യു ടേൺ ഇന്ത്യ. യേശുവിൻ്റെയും മറിയത്തിൻ്റെ ഒക്കെ രൂപത്തിൽ എല്ലാം ചായം പൂശിയിട്ടുണ്ട്. എഴുത്തിൻ്റെ ലോകത്തിലേക്ക് എനിക്ക് ആദ്യം അറിയാവുന്ന വ്യക്തി അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരിയുടെ സ്ഥലം, പ്രേക്ഷിത ദൗത്യം നടന്നൊരു സ്ഥലം ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ അടുത്താണ്, വേലൂർ എന്ന് പറയും. അന്ന് ഞാൻ എഴുതിയത് ഒരു ചെറുകഥയായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ഒരു ഔപചാരികമായ ഒരു രചന. അതായത് വേദനയുടെ നീർച്ചുഴിയിൽ എന്നാണ് അതിൻ്റെ പേര്. അച്ഛനുമായിട്ടുള്ള സമ്പർക്കം ഒരു ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് വരാൻ ഇടയായി. തേരാളി യുക്തിവാദി, ഇതുപോലെയുള്ള യുക്തിവാദി പ്രസിദ്ധീകരണങ്ങൾ ഒരു കാലത്ത് കേരളത്തിൽ വളരെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുള്ള പ്രസിദ്ധീകരണം. അപ്പൊ ആ സമയത്താണ് എനിക്കൊരു കൗണ്ടർ എന്നുള്ള നിലയ്ക്ക് യുക്തിയും വിശ്വാസവും വരുന്നത്. അത് തുടങ്ങിയതിന്റെ യുക്തി വിശ്വാസം മാസി തുടങ്ങിയത് അതായത് പള്ളിയിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നാടകങ്ങൾ അഭിനയിക്കുമായിരുന്നു. ആ നാടകങ്ങളെല്ലാം ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലൊരു നിഷേധി ഉണ്ടായിരുന്നു. ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണെന്ന് പറയാം. അതെ. ചിറ്റിടപ്പള്ളി ശ്രീ ജെ.സി. ദേവ് മലയാളി ക്രൈസ്തവ സമൂഹത്തിന് ഒരാമുഖം ആവശ്യമില്ലാത്ത അനുഗ്രഹീതനായ ദൈവദാസൻ, ഒരു ചിന്തകൻ, പത്രാധിപർ, ഗ്രന്ഥകർത്താവ്, പ്രഭാഷകൻ എന്നിങ്ങനെ ഒട്ടേറെ തൂവലുകൾ അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലുണ്ട്. ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. ശ്രീ ജെ.സി. ദേവിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു പ്രയാണമാണ് നാം ഇപ്പോൾ ആരംഭിക്കുന്നത്. അനുഗ്രഹീതനായ ദേവദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വില്യം ഷേക്സ്പിയർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പേരിൽ തന്നെ നമുക്ക് തുടങ്ങാം എന്നെനിക്ക് തോന്നുന്നു. ക്രൈസ്തവർക്ക് കേരളത്തിൽ പൊതുവെ അധികം പ്രചാരത്തിലില്ലാത്ത ഒരു പേരാണ് ദേവ് എന്നുള്ളത്. അഭയദേവ് എന്നും കേശവദേവ് എന്നും ഒക്കെയുള്ള പേരുകൾ എഴുത്തുകാരുടെ ഇടയിലുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അധികം ആ പേര് കാണാറില്ല. എങ്ങനെയാണ് താങ്കൾക്ക് ആ പേര് കൈവരുവാൻ കാരണം? എൻ്റെ ശരിയായ പേര് CJ ദേവസി എന്നാണ്, മാമോദീസ പേര്. എന്നാൽ ഞാൻ പിന്നീട് ഫാദർ വടക്കൻ്റെ തൊഴിലാളി പത്രത്തിൽ സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. അതിൽ ചില ലേഖനങ്ങളെല്ലാം വിവാദങ്ങളായി മാറി. കത്തോലിക്ക സഭയ്ക്ക് വിരോധമുള്ള രചനകളാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അപ്പം അങ്ങനെ വന്നപ്പോൾ വടക്കനച്ചൻ എന്നോട് പറഞ്ഞു, നീ ഒരു തൂലികാനാമം സ്വീകരിക്കണം, മറ്റേ പേര് തൽക്കാലം എഴുത്തിൽ നിന്ന് മാറ്റി നിർത്തുക, തൂലികാനാമം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ജെ.സി. ദേവ് എന്നുള്ള പേര് ഞാൻ സ്വീകരിച്ചത്. ദേവസ്യ എന്നുള്ളത് ചുരുക്കി ഇത്രയേ ഉള്ളൂ. അതെ. കുടുംബത്തെ കുറിച്ചുകൂടെ അല്പം ഒന്ന് പറയാമോ? കുടുംബ പശ്ചാത്തലം, എവിടെയായിരുന്നു വീട്, പേരൻസ്, അതുപോലുള്ള കാര്യങ്ങൾ. അതായത് തൃശ്ശൂർ രൂപതയിലെ ഒരിടവകയാണ് പേരാമംഗലം. അത് തൃശ്ശൂർ കുന്നംകുളം റൂട്ടിലാണ്. തൃശ്ശൂരിൽ നിന്നൊരു 10 കിലോമീറ്റർ ദൂരം കാണും. അവിടെയാണ് എൻ്റെ ജനനം. എൻ്റെ അപ്പൻ്റെ പേര് C.D. ജോൺ എന്നാണ്. നാട്ടുകാർ അദ്ദേഹത്തെ ലോനപ്പൻ എന്ന് വിളിക്കാറുണ്ട്. കർഷകനായിരുന്നു? അല്ല, അദ്ദേഹം മിലിറ്ററി ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ബിസിനസ് തുടങ്ങി. അവസാനം ഒരു പെയിൻ്ററായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ജോലി പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ട് വർക്കാണ് കൂടുതലും. ബോർഡുകളിൽ ചിത്രകാരൻ എന്നുള്ള നിലയിൽ ഉള്ള ജോലിയായിരുന്നു. കത്തോലിക്ക പള്ളികളിലെ മിക്കവാറും ആ സ്ഥലങ്ങളിലുള്ള പള്ളികളിലെ പെയിൻറ്റിങ് വർക്ക് അപ്പനായിരുന്നു. ഈ രൂപങ്ങൾക്കെല്ലാം ചായം തേക്കുക, എഴുത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ വീട് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലാണ്. ഒരിടത്തരം കുടുംബമാണ്. അമ്മയുടെ പേര് റോസ, അമ്മിണി എന്ന് വിളിക്കും. ഇവരെല്ലാം ജോലിക്കാരാണ്. അങ്ങനെ അധ്വാനം ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നവരാണ്. ഞങ്ങൾ 5 പേരായിരുന്നു. ഞാൻ ആ മൂത്തയാൾ. എൻ്റെ നേരെ താഴെ ഒരു അനുജനുണ്ട്. അവൻ്റെ പേര് ലാസർ എന്നാണ്. അത് അമ്മയുടെ അപ്പൻ്റെ പേര് ലാസർ. ബേബി എന്ന് ഞങ്ങളൊക്കെ വിളിക്കും. പിന്നെ ഒരു അൽഫോൻസ, ഫാത്തിമ, എലിസബത്ത്, അങ്ങനെ 3 സഹോദരിമാരാണ്. ഞാനാണ് മൂത്തയാൾ. അപ്പോൾ
വീട്ടിലെ എല്ലാവരും ജോലിക്കാരാണ്. എൻ്റെ വല്യപ്പച്ചൻ അന്ന് കൊച്ചി രാജ്യത്തെ അഞ്ചൽ ശിപായി ആയിരുന്നു. അങ്ങനെയങ്ങ് പോരുന്നു. പിന്നെ അപ്പൻ്റെ കാലം വന്നപ്പോൾ പല പരിപാടിയിൽ അദ്ദേഹം ഏർപ്പെട്ടു, ബിസിനസ്സിലും പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെയിൻറ്റിങ്ങിലൊക്കെ ആയി. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പച്ചൻ്റെ ആ ചിത്രകല എനിക്ക് കുറച്ചൊക്കെ അറിയാം. അത് ഞാനന്ന് ഒരു കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു, സത്യദീപം എന്നും പറഞ്ഞ്. അപ്പോൾ അതിലെ അന്ന് എനിക്കൊരു 15-16 വർഷം വയസ്സ് കാണുമായിരിക്കും. കൗമാരത്തിൽ തന്നെ എഴുത്തിൻ്റെ ലോകത്തോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ആർട്ട് വർക്കൊക്കെ ഞാൻ ചെയ്യും. പിന്നെ അപ്പൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യും. സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ അപ്പൻ്റെ കൂടെ പോകും, എവിടെയെങ്കിലുമൊക്കെ പോകും. അതിങ്ങനെ കോൺട്രാക്റ്റ് എടുക്കുക. അപ്പോൾ എനിക്കറിയാം ഇന്ന പള്ളിയിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ അങ്ങോട്ട് പോകും. അങ്ങനെ അപ്പൻ ചെയ്ത് തീർക്കുന്ന ജോലികളിൽ ഞാനും കൂടെ പങ്കാളിയാകും. യേശുവിൻ്റെയും മറിയത്തിൻ്റെയൊക്കെ രൂപത്തിൽ എല്ലാം ചായം പൂശിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എന്നെ പിന്നീട് ചിന്തിപ്പിച്ചു, ഓരോ ലൈനിൽ വന്നപ്പോൾ ചിന്തിപ്പിച്ചു. അപ്പം അപ്പൻ്റെ കയ്യിലാണ് മിക്കവാറും ഇതിൻ്റെയൊക്കെ ഗുഡൻസ് ഇരിക്കുന്നത്. അതെല്ലാം വെറും ഒരു പ്രതീകമാണ്. പിന്നെ പഠനം എവിടെയായിരുന്നു ആദ്യം? അതായത് ഞാൻ ആദ്യം പഠിച്ചത് AD വിദ്യാലയം, അമ്പലപുരം ദേശവിദ്യാലയം. അതൊരു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിലാണ്. അതാണ് താഴത്തെ ക്ലാസ്സിൽ ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം. അവിടെ ഒരു ഗുണമുണ്ടായത്, ഈ വള്ളത്തോളിൻ്റെയും കലാമണ്ഡലത്തിൻ്റെയും കഥകളിയുടെയൊക്കെ ഒരു ഈറ്റില്ലമാണ് വാസ്തവത്തിൽ ഞങ്ങളുടെ വിദ്യാലയം. അപ്പോൾ അവിടെ വെച്ച് വള്ളത്തോളിനെ കാണാം, കഥകളി കാണാം. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകമായ സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഇതൊക്കെ കാണുന്നതും മനസ്സിലാക്കുന്നതും. ആ സമയത്ത് തന്നെയാണ് അർണോസ് പാതിരിയുടെ പുത്തൻബാന പരിചയം. അതെൻ്റെ വല്യപ്പനിൽ നിന്ന് കേട്ടതാണ്. അദ്ദേഹം അത് പാടി കേൾപ്പിക്കും. പിന്നെ എനിക്ക് ആ ഒരു സമയമായപ്പോൾ ഞാനും പുത്തൻബാന പതിവായിട്ട് ചൊല്ലും. അപ്പം ഞങ്ങളുടെ പള്ളികളിലും വീടുകളിലൊക്കെ ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ പെസക, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ എന്നൊക്കെ പറയുന്ന ആ ഒരു ആഴ്ചയിൽ സാധാരണ പുത്തൻബാന ചൊല്ലുമായിരുന്നു. ഈ പ്രേക്ഷകരുടെ അറിവിലേക്ക് പുത്തൻബാന എന്താണെന്നുള്ളതൊന്ന് സംഗ്രഹമായിട്ട് പറയാം. പുത്തൻബാന എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഒരു രത്ന ചുരുക്കമാണ്. അത് പാന ചൊല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് കൂടുതലും ഹൈന്ദവ ഭവനങ്ങളിലാണ്. അപ്പോൾ അതേ രീതിയിൽ പുത്തൻബാന ചൊല്ലിയാൽ അർണോസ് പാതിരി എഴുതിയതാണ്. അത് നമ്മുടെ ക്രിസ്തീയ വീടുകളിലോ ദേവാലയങ്ങളിലോ അർണോസ് പാതിരിയുടെ ഈ പുത്തൻബാന പാടണം എന്നൊരു നിർബന്ധം അന്നുണ്ടായിരുന്നു. അതിന് കുറേ ആളുകൾ പ്രത്യേകം പഠിപ്പിച്ച് പരിശീലനം പ്രാപിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. പൊതുവെ പാടുന്നത് അത് യേശുക്രിസ്തു പീഡാസഹനം, കന്യാമറിയം, ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ കലാപരമായിട്ടുള്ളൊരു ആരംഭം അതായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം AD സ്കൂളിൽ. അതെ, അത് കഴിഞ്ഞിട്ട് തിരൂർ സെൻറ്റ് തോമസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് 10 വരെ. എനിക്ക് 10 വരെ പഠിത്തമേ ഉള്ളൂ, ഔപചാരിക വിദ്യാഭ്യാസം. അപ്പം അതിൻ്റെ കാരണം എനിക്ക് ഒരു വൈദികനാകണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം 10 കഴിഞ്ഞ പിന്നെ സെമിനാരിൽ ചേരുക എന്നുള്ളതാണ് അന്നത്തെ ലക്ഷ്യം. ബാക്കിയുള്ള പഠനമോ സെമിനാരി പഠനത്തോടുകൂടെ നടക്കുമായിരുന്നു. വൈദികനാകുക എന്നുള്ള ആഗ്രഹം എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് കാരണം ഒന്നാമത് ഞങ്ങൾക്ക് പള്ളി പട്ടക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം സജീവമാണ്. ഒരു വൈദികൻ അല്ലെങ്കിൽ ദേവാലയം, കുർബാന, ഇതിനോടൊക്കെ വലിയ അടുപ്പമാണ്. റോമൻ കത്തോലിക്ക വിവാഹമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ സീറോ മലബാർ റീത്ത് എന്ന് പറയും. അവർ ആ നിലയിൽ വളരെ ബന്ധമാണ്. പിന്നെ അവിടുത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ ഈ വൈദിക വിദ്യാഭ്യാസം, പ്രേക്ഷിത ദൗത്യം കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്.
അപ്പോൾ അവരുമായിട്ടുള്ള സഹകരണം വർദ്ധിച്ചതോടുകൂടി എനിക്കൊരു അച്ഛനാകണം എന്നൊരു താല്പര്യം തോന്നി. ചെറിയ ഭവനത്തിൽ ഒരു ആ നിലയിലുള്ള ഒരു ആത്മീയ അന്തരീക്ഷം ഇല്ലായിരുന്നു. അങ്ങനെ പള്ളിയുമായിട്ടൊക്കെ ചായം പൂശാൻ ഉള്ള ബന്ധം ഉണ്ടായിരുന്നുവെങ്കിലും അല്ല, അത് ഒരു പ്രൊഫഷൻ, ഒരു ജോലിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ പള്ളിയുടെ ബന്ധത്തിൽ അച്ഛനാകണമെന്നൊരു താല്പര്യം തോന്നി. അതുകൊണ്ട് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. പിന്നെ ആ നിലയിലേക്ക് അങ്ങ് മാറുകയാണ്. അച്ഛനാകണമെന്നുള്ള താല്പര്യം പിന്നീട് എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ചേർന്നില്ല. ഇല്ലില്ല, സെമിനാരിയിൽ റിട്രീറ്റിനൊക്കെ ഞാൻ പോകുമായിരുന്നു, അല്ല സെമിനാരിയിൽ ചേർന്നിട്ടില്ല. ആ താല്പര്യം എനിക്ക് നഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്നു അൽത്താര ആൾട്ടർ ബോയ്സ് അസോസിയേഷനുണ്ട്, അതിൽ ഉണ്ടായിരുന്നു. എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള പല കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരാൾ അച്ഛനായിട്ടുണ്ട്, ഒരു ഫാദർ ജോൺസൺ, ആൻ്റണി ചിറ്റിലപ്പള്ളി എന്ന് പറയും. അദ്ദേഹം അങ്ങനെ ഒരു വൈദികനായി തീർന്നു. ഇപ്പോഴും അദ്ദേഹം വളരെ ആക്റ്റീവാണ്, ഒരു ധ്യാന ഗുരുവായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു മിഷണറി ആകണമെന്നുള്ളൊരു താല്പര്യമായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. അതുകൊണ്ട് ഈ അഭിരുചിയെല്ലാം നഷ്ടപ്പെട്ട് വേറൊരു വശത്തേക്ക് ഞാനിങ്ങനെ തിരിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പിതാവിൻ്റെ കൂടെ ഈ ചായം പൂശുന്ന കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്നു എന്ന്. അപ്പോൾ അതിൽ നിന്നും ഈ എഴുത്തിൻ്റെ ലോകത്തിലേക്കുള്ള ഒരു മാറ്റം അതെങ്ങനെയാണ് വന്നത്? അത് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് എനിക്ക് ആദ്യം അറിയാവുന്ന വ്യക്തി അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരിയുടെ സ്ഥലം, പ്രേക്ഷിത ദൗത്യം നടന്നൊരു സ്ഥലം ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ അടുത്ത വേലൂർ എന്ന് പറയും. അവിടെയാണ് അദ്ദേഹം വന്ന് വാർത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ അപ്പച്ചിൽ നിന്ന് കേട്ടുള്ള അറിവുകളാണ്. അപ്പോൾ ആ ഒരു അറിവ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിന് ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തരപ്പെട്ടു, അതിനെ പഠിക്കാനുള്ള സാവകാശം കിട്ടി. അപ്പോഴാണ് എഴുതണമെന്നുള്ള താല്പര്യം ഉണ്ടായത്. എന്നാൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ മാഗസിൻ കൈത്തിരി എന്ന് പറയും, ആ കൈത്തിരി മാസികയ്ക്ക് ലേഖനങ്ങളോ രചനകളോ വേണമെന്ന് ഞങ്ങളുടെ മലയാളം അധ്യാപകൻ, അല്ലല്ല അത് പ്രിൻ്റ് ചെയ്യുന്ന, അപ്പോൾ മണ്ണത്ത് ലക്ഷ്മി നാരായണ മേനോൻ മാഷ് എന്ന് പറയും, ഞങ്ങളുടെ മലയാളം സാറാ. അദ്ദേഹം ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി, രചനകൾ എഴുതണം, അയച്ചു തരണം, അല്ലെങ്കിൽ ബോക്സിൽ കൊണ്ടുപോയി ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഒരു ജ്വരം ഉണ്ടായി, എഴുതണമെന്ന് താല്പര്യമുണ്ടായി. അന്ന് ഞാൻ എഴുതിയത് ഒരു ചെറുകഥയായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ഒരു ഔപചാരികമായ ഒരു രചന. അതായത് വേദനയുടെ നീർച്ചുഴിയിൽ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഒരു ഇത് എഴുതിയിട്ട് ഞാൻ അവിടെ ലെറ്റർ ബോക്സിൽ കൊണ്ടുപോയി. അതിൻ്റെ ഉള്ളടക്കം ഒരു കത്തോലിക്ക കുടുംബമാണ്. ആ കുടുംബത്തിലെ പിതാവ് ഒരു മദ്യപാനിയാണ്. അപ്പോൾ അതിൻ്റേതായ വൈഷമ്യങ്ങളെല്ലാം ആ കുടുംബത്തിൽ അനുഭവപ്പെട്ടു. അതിൽ ദുഃഖിതനായൊരു കുട്ടിയുടെ അയൽത്തെ മകൻ്റെ കഥയായത്. അപ്പം ഇതിന് വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിച്ച് പുള്ളി ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാൻ തീരുമാനമെടുക്കുന്നു. പിന്നെ അമ്മയോടുകൂടെ പായലിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ ഇവർക്കൊരു ആശ്വാസം ഉണ്ടാകുന്നു. അതാണ് അതിൻ്റെ തീമെന്ന് പറയുന്നത്. ആത്മീയ വിഷയം കൂട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം പ്രാർത്ഥനയാണെന്നുള്ള ആ ഒരു കാര്യമാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. അതാണ് അച്ചടിച്ച ആദ്യത്തെ ഒരു രചന എന്ന് പറയുന്നത്. പിന്നീട് തൊഴിൽ 10ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തൊഴിൽ മേഖലയിലേക്കല്ല, ഞാൻ തൃശ്ശൂരിൽ തന്നെയുള്ള മെഡോണ സഹീവന എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. അതിൽ ലേ ലീഡർഷിപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതാണ് തിയോളജി, ഫിലോസഫി, ചർച്ച് ഹിസ്റ്ററി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് അവിടെ. എത്ര കാലത്തെ പഠനമാണ്? ഇല്ല, അതൊരു 7-8 മാസമേ ഉള്ളൂ. എല്ലാ ഷോർട്ട് കോഴ്സുകളെ ഞാൻ പങ്കെടുത്തു. ഫൗണ്ടേഷൻ കിട്ടി. അപ്പോൾ എന്തായി സംഭവം എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് വേറൊരു ഇതുപോലൊരു ആശ്രമമുണ്ട്, മാങ്ങാനം ക്രൈസ്തവാശ്രമം. അതൊരു എക്യുമെനിക്കൽ സ്റ്റുഡൻസിൻ്റെ കോളമാണ്. അവിടെ ഇതുപോലൊരു ഷോർട്ട് ടൈം കോഴ്സ് പങ്കെടുക്കാനിടയായി. അവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗാന്ധിയിസം, സർവോദയം, എക്യുമെനിസം തുടങ്ങിയ വിഷയങ്ങളാണ് വരുന്നത്.
അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ആ സമയം കുടുംബത്തിലെ മുതിർന്ന മകനാണെന്ന് അതെ പറഞ്ഞു. അതെ അപ്പോൾ കുടുംബഭാരം ഏറ്റെടുക്കേണ്ട ഒരു ചുമതല ഒരു ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. അത് അവരെന്നെ അപ്പൻ എന്നോട് താല്പര്യമുണ്ട്, അമ്മയും താല്പര്യമുണ്ട്, പഠിക്കാവുന്നിടത്തോളം പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പൻ ജോലി ചെയ്യും, അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പൻ നോക്കിക്കോളും. അപ്പോൾ എന്നിൽ നിന്ന് അങ്ങനെ ഒരു അധ്വാന ഫലം, ഒരു പ്രയത്ന ഫലം അവർ പ്രതീക്ഷിച്ചില്ല. പഠിക്കാവുന്നിടത്തോളം പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് സ്വതന്ത്രമാക്കി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ മാങ്ങാനത്ത് വന്നു. മാങ്ങാനത്ത് നിന്ന് ഞാനത് കഴിഞ്ഞ് വാഗമൺ കുരിശുമല ആശ്രമത്തിൽ പോയി. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആശ്രമം. എല്ലാ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പോകുന്നത്. അവിടെയാണ് ഞാൻ ഈ ചർച്ച് ഹിസ്റ്ററി പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആത്മീയതയുടെ അല്ലെങ്കിൽ ഭക്തിയുടെ ഘടകം അന്നേ ഒരു വിത്ത് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അത് ഒരു നിലയിൽ പറഞ്ഞാൽ ഒരു ഭേദപ്പെട്ട കത്തോലിക്കലായിട്ട് ജീവിക്കണം എന്നൊരു ചിന്തയിലേക്ക് വന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരവസരത്തിലാണ് എനിക്ക് ഒരു ട്രാക്റ്റ് കിട്ടി. ആ സമയത്ത് സന്യാസിയായി പോകണമെന്നുള്ള ഇല്ല, അതൊന്നും താല്പര്യമില്ല, അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല. പക്ഷേ കുരിശുമല ആശ്രമം സന്യാസ ജീവിതത്തിൻ്റെ ആശ്രമമാണ്. അതിൽ അന്തേവാസിയാകണമെങ്കിൽ ഒരു സന്യാസി ആയിരിക്കണം, സന്യസ്തനായിരിക്കണം. അവിടെ നിന്ന് ആശ്രമം വിട്ടെങ്ങും പോകാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളുണ്ടായിരുന്നു. എന്നാൽ എന്നോടെന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടുത്തെ ഫ്രാൻസിസ് ആചാര്യ, അദ്ദേഹമാണ് അവിടുത്തെ ആബട്ട്, അതിൻ്റെ സ്ഥാപകനും അദ്ദേഹമാണ്. അദ്ദേഹത്തിന് എന്നോട് എന്തോ ഒരു താല്പര്യം തോന്നി. ഒരു സന്യാസിയെ പോലെ എന്നെ പരിഗണിച്ചു. പക്ഷേ സന്യാസ ജീവിതമൊന്നും വേണ്ട, എന്നോട് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പഠിക്കാനൊക്കെ ആവശ്യപ്പെട്ടു. നല്ലൊരു ലൈബ്രറി അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചർച്ച് ഹിസ്റ്ററി പഠിക്കണമെന്ന് പറഞ്ഞു. അത് പഠിച്ചോ എന്ന് പറഞ്ഞ് പുസ്തകങ്ങളെല്ലാം കാണിച്ചു തന്നു. എന്നിട്ട് അത് എനിക്ക് എടുത്തു തരും, ഞാൻ വായിക്കും, പഠിക്കും. അച്ഛൻ വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ മറുപടി പറയണം. അങ്ങനെയുള്ള ഒരു സ്കൂളായിരുന്നു അത്. അവിടെ നിന്നത് കഴിഞ്ഞ് അവിടെ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൃശ്ശിരാപ്പള്ളിയിൽ പോയി. അവിടെ ഫാദർ ബീഡ് ഗ്രിഫിറ്റ്സ്, അതൊരു ആംഗ്ലേയ സാഹിത്യകാരനും ഫിലോസഫറും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അത് ഈ ആബട്ട് എന്നെ അങ്ങോട്ട് വിട്ടതാണ്. അവിടെ നിന്ന് പോയി കേട്ടേച്ച് വരാൻ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. അവിടെ ഇന്ത്യനൈസേഷനാണ് അവരുടെ പ്രധാനപ്പെട്ട പഠനം. അങ്ങനെയുള്ളൊരു ചിന്താഗതി. അതിനോട് എനിക്ക് ആരംഭത്തിൽ തന്നെ വലിയ താല്പര്യം തോന്നിയില്ലെങ്കിൽ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് അവിടെയും കുറച്ച് നാൾ കഴിച്ചു കൂട്ടി. അപ്പോൾ ഈ CJ ദേവസ്യയെ JC ദേവ് ആക്കുന്നതിൽ ഈ ആശ്രമങ്ങൾക്കൊക്കെ നല്ല ബന്ധമുണ്ട്, പങ്കാളിത്തമുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്കാണ് എനിക്കൊരു ട്രാക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇവിടെ കാഞ്ഞിരപ്പള്ളി വെച്ചാണ്. അപ്പം ട്രാക്റ്റ് കിട്ടാൻ കുരിശുമുള്ള സമയത്താണ്. ട്രാക്റ്റ് കിട്ടുന്ന സമയത്ത് എൻ്റെ ഒരു ചിന്ത ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളതായിരുന്നു. ഈ ട്രാക്റ്റ് കിട്ടാനുള്ള പശ്ചാത്തലം എങ്ങനെയായിരുന്നു? ട്രാക്റ്റ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എവരി ഹോം ക്രൂസൈഡിൻ്റെ ട്രാക്റ്റാണ്. അപ്പോൾ എൻ്റെ ധാരണ അവരുടെ ട്രാക്റ്റ് വാങ്ങി ഏതോ സുവിശേഷകന്മാരെ ഇങ്ങനെ തെരുവിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ ട്രാക്റ്റ് കിട്ടിയത് ഈ ടാപ്പിംഗ് ജോലിക്കാരായ ചില സ്ത്രീകൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്ന വഴിക്കാണ്. അപ്പോൾ അതിലൊരാൾ ഈ ട്രാക്റ്റ് കിട്ടിയത് ആ ട്രാക്റ്റും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു, എനിക്ക് തന്നു. അപ്പോൾ വിതരണം ചെയ്തൊന്നും എനിക്കറിയത്തില്ല, അതിനകത്തൊരു അഡ്രസ്സ് ഉണ്ടെന്നേ ഉള്ളൂ. അത് ഞാൻ വാങ്ങി എൻ്റെ പോക്കറ്റിലിട്ടു. അന്ന് രാത്രി അത് വായിച്ചു. അതെടുത്ത് വായിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ എടുത്ത് വായിച്ചു. നീ സന്തോഷമുള്ളവനോ എന്നാണ്. അപ്പോൾ ആ ട്രാക്റ്റ് വായിച്ചു. എനിക്ക് അന്ന് ഒരു പാപബോധവും പശ്ചാത്താപവും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഭക്തിമാർഗത്തിലും ആശ്രമത്തിലൊക്കെ കൂടെ കയറി ഇറങ്ങുമ്പോഴും സന്തോഷമുള്ളവനോ എന്നുള്ള ചോദ്യം അഭിമുഖീകരിക്കത്തക്കവണ്ണം ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ള ചിന്ത വന്നപ്പോൾ എൻ്റെ അന്നത്തെ ഒരു ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്നത് ഒരു ഫാദർ സക്കറിയാസ് വാഴപ്പള്ളി അച്ഛനാണ്. അപ്പം അച്ഛനോട് ഞാൻ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു നീ ഇപ്പം ജോലി ചെയ്യണ്ട, ഞാൻ ഒരു 2-3 മാസം കൂടെ ഇങ്ങനെ അങ്ങ് പോകൂ,
അപ്പോഴത്തേക്കും വടക്കനച്ഛന് എന്തോ പ്ലാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നീ ഒടുവിൽ വടക്കനച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം നിന്നെ ഏതെങ്കിലും ഒരു സ്ഥാനത്താക്കും. വടക്കനച്ചിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊന്നുകൂടെ ചോദിക്കുകയാണ്, ആ ട്രാക്ട് വായിച്ച കാര്യം പറഞ്ഞല്ലോ. അന്ന് എന്താണ് ദേശാന്റെ ഹൃദയത്തിൽ അതുവരെ പഠിച്ചിരുന്ന ആത്മീയ പാഠങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ വ്യത്യസ്തമായ എന്ത് ചിന്താഗതിയാണ്? അതായത് അന്ന് എൻ്റെ മനസ്സിൽ വന്ന ചിന്താഗതി, ഈ ഫണ്ടമെൻ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല ഉറപ്പും വിശ്വാസമുണ്ട്. എന്നാൽ പല കാര്യങ്ങളോടും വിയോജിപ്പ് തോന്നി. അതായത് സെമിനാരി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ചിന്തിക്കുന്ന ആളുകൾക്ക് അവിടെ തുടരാനായിട്ട് നിവൃത്തിയില്ല. ഒരു റിയാലിറ്റി ഉണ്ട്, പക്ഷെ അത് പോളിഷ് ചെയ്യുകയാണ്. അത് ഫിലോസഫി കൊണ്ടാണ് അവരെ അലങ്കരിക്കുന്നത്, കവർ ചെയ്യുന്നത്. അതെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അതിനോടൊന്നും വലിയ താല്പര്യമില്ല, വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നെന്നാൽ ഞാൻ ആരും എതിർക്കൊന്നുമില്ല. ആ ഒരു സമയത്ത് വടക്കനച്ഛനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഈ ട്രാക്ട് വായിച്ച അന്നൊരു മാനസാന്തരം ഉണ്ടായോ ജീവിതം? ഉണ്ടായി. അപ്പം അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാകാനുള്ള പശ്ചാത്തലം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ആ പശ്ചാത്തലം ഇത്രയേ ഉള്ളൂ. എനിക്ക് ക്രിസ്തുവായിട്ട് ബന്ധമൊന്നുമില്ല. ഞാനൊരു നോമിനൽ ക്രിസ്ത്യാനിറ്റിയാണ് എനിക്ക് ഫോളോ ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിന് വലിയ സ്ഥാനവും കാര്യങ്ങളൊന്നുമില്ല. ബാഹ്യമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ഒരാളാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നല്ലാതെ ആന്തരികമായിട്ട് ഇതുമായിട്ട് ബന്ധമില്ല. എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു ശൂന്യതയുണ്ട് മനസ്സിലായി. ക്രിസ്തുവിന്റെ രൂപത്തിന് ചായം ഉള്ളിലുണ്ടായിരുന്നില്ല. അപ്പം ആ പ്രതിമയെ പറ്റിയുള്ള എൻ്റെ ഒരു ചിന്ത വെറും ഒരു പ്രതീകമെന്നേ ഉള്ളൂ, താൽക്കാലികമായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അതിനകത്ത് സത്യമൊന്നുമില്ല. അന്നൊരു തീരുമാനം എടുത്തു. അന്ന് ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പം അതുപോലെ ക്രിസ്തു ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനിറ്റിയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഈ എവരി ഹോം ക്രൂസൈഡുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, തുടർന്നുള്ള അന്വേഷണങ്ങൾക്ക് ഇന്ന അഡ്രസ്സും പറഞ്ഞ് കോട്ടയത്തെ അവരുടെ അഡ്രസ്സ് എഴുതിയിരുന്നു. ആ അഡ്രസ്സിൽ ഞാൻ ഇത് അയച്ചു കൊടുത്തപ്പോൾ അവരടുത്ത തപാലിൽ തന്നെ ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് എനിക്ക് അയച്ചു തന്നു. വേറെ 1-2 ബുക്ക്ലെറ്റ്സൊക്കെ അയച്ചു തന്നു. അതിനൊക്കെ ഞാൻ മറുപടിയൊക്കെ അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു PO മത്തായി തോന്നുന്നു, ഒരു മത്തായിയാണ് എനിക്ക് എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മത്തായിച്ചനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമായിരിക്കും തുടർന്നുള്ള എല്ലാ കാര്യം കറസ്പോണ്ടൻസും നടത്തുമെന്നും പറഞ്ഞൊരു കുറിപ്പ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിലാണ് ബന്ധങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം ഇത് കഴിഞ്ഞാണ് ഞാൻ ക്രൈസ്തവാശ്രമത്തിൽ ചെല്ലുന്നത്, പഠിക്കുന്നത്. ക്രൈസ്തവാശ്രമത്തിലെ പരിപാടി എനിക്ക് വേറൊരു ടേണിംഗ് പോയിൻ്റായി. ക്രൈസ്തവാശ്രമത്തിൽ ഈ സെക്കൻഡ് സാറ്റർഡേ ഞങ്ങൾക്കൊരു ഡിബേറ്റുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് 2 പേര് അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിച്ച് പ്രസൻറ്റ് ചെയ്യുക, അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ആഴ്ച എനിക്ക് കിട്ടിയത് ഈ സ്നാനത്തെ പറ്റിയാണ്. അപ്പോൾ ഈ ശിശുസ്നാനം വേദാനുസരണം എന്ന് പറയുന്ന ഒരു പേപ്പർ എൻ്റെ ഒരു സുഹൃത്ത് അവതരിപ്പിക്കുക. അപ്പം ഞാൻ അതിന് ബദലായിട്ട് വിശ്വാസ സ്നാനം വേദാനുസരണം എന്നുള്ള പേപ്പർ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വിഷയം നേരത്തെ ബോധ്യമുണ്ടായിരുന്നു? അതിനുവേണ്ടി പഠിച്ചത് ഇതെനിക്കറിയത്തില്ല. ഒരു മറുവശം പറയണമെന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബദൽ പേപ്പറാണ് ഞാൻ അവതരിപ്പിക്കേണ്ടത്. അദ്ദേഹം മർത്തോമ സെമിനാരിയിലെ ഒരു സെമിനാരിയനാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ എടുത്തു. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തി. ഈ സ്നാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഈ പറയുന്ന സ്നാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ കണ്ടിട്ടുമില്ല. കുറേ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കി വായിച്ചു, അതിൻ്റെയൊക്കെ നോട്ട് കുറിച്ചു. ഇങ്ങനെ സ്നാനത്തെപ്പറ്റി ഞാനൊരു പുസ്തകം ഒരു ലേഖനം അങ്ങ് തയ്യാറാക്കി അവതരിപ്പിച്ചു. അന്നത്തെ മോഡറേറ്റർ ഫാദർ MV ജോർജ് അച്ഛനാണ്. അച്ഛൻ വളരെ കർക്കശ ബുദ്ധിയൊക്കെ ഉള്ള ആളാണ്. അപ്പം എന്നോട് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം നിനക്ക് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതിപ്പം നീ ഒരു കത്തോലിക്കനല്ലേ, പിന്നെ എന്തിനാ ഇതിനെപ്പറ്റി ആലോചിക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞു അതല്ല, ഞാനൊരു ചിന്താധാര മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ഇൻട്രഡക്ഷനൊക്കെ പറഞ്ഞ് പേപ്പർ അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ
ശുശ്രൂഷക്കാരനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ ഞാൻ കണ്ട അപാകതകളോ അല്ലെങ്കിൽ യുക്തിയുക്തമല്ല എന്നെനിക്ക് തോന്നിയ കാര്യങ്ങളോ കുറിച്ച് വെച്ചിട്ട് അത് പറയാനുള്ള ശ്രമമാണ് നടത്തിയത്. എൻ്റെ പേപ്പറൊന്നും തൊട്ടില്ല. അപ്പം ഇത് എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാനിത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ ചില അപാകതകൾ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേപ്പർ ഞാൻ വായിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സമയം പോയി, രണ്ടിനും കൂടെ സമയമില്ല, സമയം പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് നിർത്താം, ഇനി വോട്ടിംഗ് ആണ് അവിടെ. ഞങ്ങൾ സാധാരണ വോട്ടിംഗ് എന്ന് പറയുന്നത് സൈലൻ്റ് വോട്ടിംഗ് ആണ്, രഹസ്യമായിട്ട് വോട്ട് ചെയ്യുക, പേരോ കാര്യങ്ങളോ വെളിപ്പെടുത്താതെ ഒരു എന്തെങ്കിലും ഒരു അനുകൂലമോ പ്രതികൂലമോ എന്നുള്ള യെസ് നോ എന്നൊക്കെ പറഞ്ഞ് വൺ വേർഡിൽ കൊടുക്കുക, തരുന്ന സ്ലിപ്പിൽ എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് ഓപ്പൺ വോട്ടിംഗ് ആണ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാൻ പറയുന്നത് ഓപ്പൺ വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളെ വെട്ടിലാക്കുന്ന പണിയാണ്. അച്ഛന്മാരൊക്കെ ഇരിക്കുന്നിടത്ത് വിശ്വാസനാനത്തിൽ വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയായിരുന്നു, അല്ല നമുക്കൊരു പരസ്യമായ വോട്ടിംഗ് ആണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം നല്ലതാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ശിശുസ്നാനത്തിന് വോട്ടിടാൻ എല്ലാ ആളുകളും തയ്യാറായി. അപ്പോൾ അച്ഛനോട് പറഞ്ഞു അത് ഇനി ദേവിൻ്റെ പേപ്പറിന് വോട്ടിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ അതല്ല, എനിക്കും ഒരു ചാൻസ് ഉണ്ടല്ലോ, ഒരു അവകാശം ഉണ്ടല്ലോ, തോക്കോ ജയിക്കോ ചെയ്തിട്ട് കുഴപ്പമില്ല, അത് വോട്ടിങ് വേണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വോട്ട് ഇട്ടപ്പോൾ ഞാൻ മാത്രമേ വോട്ട് ചെയ്തുള്ളൂ, ബാക്കി ആരും വോട്ട് ചെയ്തില്ല. അതും നമ്മളങ്ങ് പരാജയപ്പെട്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഈ സ്നാനത്തെ പറ്റിയുള്ള ചിന്താഗതി ശക്തമായിരുന്നു. കാരണം ഞാൻ ഇതിൻ്റെ പേപ്പർ വായിച്ച് കേട്ടല്ലോ, അപ്പോൾ ആ പേപ്പറിലെ കഥകളൊന്നും ഇല്ലയെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ പേപ്പർ അവതരിപ്പിച്ചിങ്ങോട്ട് വന്നപ്പോൾ വേറൊരു സെമിനാരി എന്നോട് പറഞ്ഞിടാ നിൻ്റെ പേപ്പറാണ്, അതിനാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത്, പക്ഷെ അച്ഛനിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വോട്ട് ചെയ്യുന്നു? അപ്പോൾ നീ അത് പോയി പള്ളി പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് റിസർച്ചായിട്ട് പിന്നെ മാറി. ഒരു തോൽവിയിൽ നിന്നാണ് തുടക്കം. തുടക്കം. അപ്പോൾ റിസർച്ചായിട്ട് മാറി. എനിക്ക് ഈ ഒരു കൺവിക്ഷൻ ഉണ്ടായി, സ്നാനം, വേദാനുസരണം, അത് മുഴുകൽ സ്നാനം എന്ന് പറഞ്ഞാൽ വിശ്വാസ സ്നാനമാണെന്നുള്ള ബോധ്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങളെ ഒരിക്കൽ അവധിക്ക് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ ഒരു പാസ്റ്ററെ കണ്ടു. അദ്ദേഹം അവിടെ TB സാനിറ്റോറിയം, അതായത് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിലെ ഒരു ജോലിക്കാരനാണ്. പുള്ളി പെന്തിക്കോസുകാരനാണ്. അതോടൊപ്പം ഇങ്ങനെ സുവിശേഷമൊക്കെ പറയുന്നയാളെ, ഫുൾ കൈ ജുബ്ബായൊക്കെയാണ്. അപ്പോൾ കണ്ടാൽ ഒരു പാസ്റ്ററാണെന്ന ലുക്കുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പാസ് വരാനോ സാധ്യമൊന്നുമില്ല. അയാൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ വരിക, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്ത് പ്രായമുണ്ട് ആ സമയത്ത്? എനിക്ക് ഒരു 25 വയസ്സ്, 23 വയസ്സ് കാണും. അപ്പം അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്നാനത്തെ പറ്റി സ്നാനപ്പെടണം, ഒരു താല്പര്യമുണ്ട്, ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കോട്ടയത്തല്ലേ കുറച്ചുകൂടെ നല്ലത്, ഇവിടെയൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ പറഞ്ഞ സാരമില്ല, നമുക്കിവിടെ വെച്ച് തന്നെ നടത്താം. അപ്പം ഈ സമയത്ത് മനസ്സിൽ വ്യത്യസ്തമായൊരു ചിന്താഗതി ഉണ്ടായി എന്നുള്ള കാര്യം കുടുംബക്കാരൊക്കെ അറിഞ്ഞു? ഇല്ല. അപ്പം ഇദ്ദേഹം വീണ്ടും വന്ന ഉടനെ ഞാൻ ഈ കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞാൽ അദ്ദേഹം അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും ഇദ്ദേഹം കൂടെ അവരുടെ പാസ്റ്ററുടെ അടുക്കൽ ചെന്നു. അത് തൃശ്ശൂർ നെല്ലിക്കുന്ന് IPC സഭയാണ്. അവിടെ ചെന്ന് പാസ്റ്ററുമായിട്ട് സംസാരിച്ചു, പാസ്റ്റർ KV എബ്രഹാം. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞതുപോലെ കോട്ടയത്ത് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതല്ലേ നല്ലതെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ആകുമ്പം കത്തോലിക്കരാണ്, അത് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഭയമായിരിക്കും അവർക്ക്. അപ്പം ഞാൻ പറഞ്ഞു കോട്ടയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ പല പ്രസ്ഥാനങ്ങളുണ്ട്, കാണാൻ പരിചയപ്പെടാം, എനിക്കിത് ആഗ്രഹമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സ്നാനപ്പെടുത്താം, അത് സൗകര്യമുള്ള ദിവസം പറ,
അപ്പോൾ അന്ന് നമുക്ക് സ്നാനം ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അധികം താമസിക്കാതെ സ്നാനപ്പെടാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഡേറ്റ് അവിടെ വെച്ച് തീരുമാനിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഇടുന്ന വസ്ത്രമൊക്കെ നനഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് സ്നാനം കഴിഞ്ഞ് വേറെ ഒരു ഡ്രസ്സ് കൂടെ കരുതണം, അങ്ങനെ കരുതി വരണം, പാസ്റ്റർ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ഞാനങ്ങനെ ആ ഡേറ്റിൽ തിരിച്ച് വരിക സ്നാനപ്പെടാനായിട്ട്. അപ്പോൾ ഈ സ്നാനപ്പെടുമ്പോൾ ബഹളമുണ്ടാക്കും, പ്രശ്നമുണ്ടാക്കും എന്നൊക്കെയുള്ള ചില ചിന്താഗതികളാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഈ പാസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നൊക്കെയുള്ള ചിന്താഗതി എൻ്റെ മനസ്സിൽ വരിക. കാരണം അവരങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറവട്ടാനിയിലൊരു കുളമുണ്ട്, പഞ്ചായത്ത് കുളം, അവിടെ ആ സ്നാനം, അത് ഈ സെൻറ്ററിൻ്റെ ഏറ്റവും അടുത്താണ്, ജംഗ്ഷൻ്റെ ഏറ്റവും അടുത്ത്, അവിടെയൊക്കെ കംപ്ലീറ്റ് വീടുകളാണ്. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ പാടി ഡ്രമ്മൊക്കെ അടിച്ച് ഈ കുളക്കടവിലേക്ക് പോയി. അപ്പോൾ അത് ഞാൻ മാത്രം, എനിക്ക് വേണ്ടിയുള്ളൊരു പരിപാടിയായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. അത് ജസ്റ്റ് അന്ന് ഹോളിൽ എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഞാൻ എന്നെ കൂടി സാക്ഷ്യം പറയിപ്പിച്ചു. പിന്നെ അങ്ങ് സ്നാനക്കടവിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോൾ ഈ പാസ്റ്റർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു പണി ചെയ്തത്, ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് പ്രസംഗം ചെയ്തു. ഞാൻ എന്തുകൊണ്ട് സ്നാനപ്പെടുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം ചെയ്തു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പാസ്റ്റർക്ക് തല്ലുകിട്ടരുതെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസംഗം ചെയ്തിട്ടാണ് സ്നാനപ്പെടുന്നത്. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ നനഞ്ഞിരിക്കുക. അപ്പോൾ അമ്മ അത് കണ്ട് പറഞ്ഞിട്ടാ, നീ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ, ഞാൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. നീ നേരത്തെ സ്നാനപ്പെട്ടല്ലേ? അതല്ല സ്നാനം, ഇതാണ് സ്നാനം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട്ടിലിതെല്ലാം എല്ലാവരും അറിഞ്ഞു. അതിങ്ങനെ പറഞ്ഞ് പള്ളിയിലൊക്കെ അറിഞ്ഞു, പള്ളിക്കാരറിഞ്ഞു, ബഹളമായി. അതൊന്നും ഞാൻ സാരമാക്കിയില്ല. ഈ പിന്നീട് ഞങ്ങൾക്കിത് വലിയ വിഷയമാകാൻ കാരണം അവിടുത്തെ പെരുന്നാൾ, ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പെരുന്നാൾ, അദ്ദേഹത്തിൻ്റെ പേരാണ് എനിക്ക്, സെബാസ്റ്റ്യൻ ദേവസ്യ ഒക്കെ ആ പേരാണ്. അതിന് ഈ അമ്പെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഞങ്ങൾക്ക്. അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, എല്ലാ വീടുകളിലും ഈ അമ്പ് കയറ്റണം. അതിന് ഓരോ സമുദായം ഒരു യൂണിറ്റ് പോലെ തിരിച്ചിരിക്കുക. അപ്പം ഞങ്ങളുടെ വീട് നിൽക്കുന്ന ആ യൂണിറ്റിൽ എൻ്റെ വീട്ടിൽ അമ്പ് കയറ്റാൻ പാടില്ല, കയറ്റുകയില്ല എന്നുള്ള ചിന്താഗതി ആ സമുദായക്കാർക്കുണ്ടായി, സ്നാനപ്പെട്ടു എന്നുള്ള കാരണത്താൽ. അപ്പോൾ അപ്പനോട് ഇത് പറഞ്ഞു. അപ്പൻ പറഞ്ഞു, അതിപ്പോൾ അവൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവനെ പഠിച്ചപ്പോൾ അവൻ്റെ ബോധ്യം ഇതാ. ഇടയ്ക്കൊന്ന് ചോദിക്കാം, ഈ അമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചടങ്ങ്? അമ്പെന്ന് പറയുന്നത് സെബാസ്റ്റ്യാനോസ് പുണ്യവാളൻ അമ്പേറ്റാണ് മരിക്കുന്നത്, രക്തസാക്ഷിയായിട്ട് മരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇതിങ്ങനെ ആഴ്ന്ന് കയറിയ ഒരു അമ്പ്, അത് സ്വർണം കൊണ്ടുണ്ടാക്കുന്ന അമ്പാണ്. ആ അമ്പ് പള്ളിയിൽ വയ്ക്കും. ആ പെരുന്നാളിൻ്റെ ദിവസം അമ്പ് എടുത്ത് അത് ചെണ്ട കൂട്ടി കുടയൊക്കെ കൂടി അത് വീടുകളിൽ കൊണ്ടുവരും. അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് വീണ്ടും അത് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള പരിപാടിയാണ് അമ്പെടുന്നത്. ഇപ്പം അതെല്ലായിടത്തും കാണുമായിരിക്കും. ഞങ്ങളുടെ ആ നാട്ടിലൊക്കെ അത് വലിയ കേമമാണ്, കേമമാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പം അമ്പ് വീട്ടിൽ കയറ്റുകയില്ല എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പൻ ചില അഭിമാനിയാണ്. അപ്പോൾ അപ്പൻ പറഞ്ഞു, അമ്പ് കയറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ മാർഗം ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പൻ ചില സംസാരമൊക്കെ സംസാരിച്ചപ്പോൾ ഈ ട്രസ്റ്റി അംഗങ്ങൾ വന്ന് അപ്പനെ വിളിച്ചുകൊണ്ട് പോയി. അച്ഛൻ വിളിക്കുമെന്നും പറഞ്ഞ് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് അപ്പൻ പറഞ്ഞു, ഇത് അവനിപ്പോൾ ഒരു കൊള്ളരുതായ്മോ വേണ്ടാതിനോ കാണിച്ചതായിട്ട് എനിക്ക് ബോധ്യമില്ല. അവൻ്റെ അന്വേഷണത്തിലോ പഠനത്തിലോ ഈ സ്നാനമാണ് അവന് ബോധ്യമായിട്ടുള്ളത്. അവനാ സ്നാനപ്പെട്ടു, അതുകൊണ്ട് വീട്ടിനോ പള്ളിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. അതവൻ്റെ ബോധ്യമാണ്, വിശ്വാസത്തിൻ്റെ. ഈ പള്ളിയിൽ ഞായറാഴ്ച പോകുമായിരുന്നു? ഇല്ലില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ പോയിട്ടില്ല. എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. അതിന് മുമ്പേ പള്ളിയിൽ നിന്നൊക്കെ മനസ്സുകൊണ്ട് അകന്നിരുന്നു, പല കാരണങ്ങളാൽ അകന്നിരുന്നു. ഞാൻ ഇതിന് ശേഷം പിന്നെ പോയിട്ടില്ല. അങ്ങനെ
വന്നപ്പോൾ നമ്മളോട് എതിർപ്പുണ്ട് എന്ന് കണ്ട ഉടനെ അപ്പൻ എനിക്ക് അനുകൂലമായിട്ട് നിന്നു, സംസാരിച്ചു. അപ്പോൾ അച്ഛൻ തന്നെ ആ ഒരു തടസ്സം മാറ്റിയിട്ട് അമ്പ് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അമ്പ് കയറ്റി പ്രശ്നങ്ങളെല്ലാം തീർന്നു. അതെ. അങ്ങനെയാണ് ആ വിശ്വാസത്തിന്റെ വഴിയിലുള്ള അതെ. പിന്നെ ഞാൻ എങ്ങും പോയിട്ടില്ല, പള്ളികളിലൊന്നും പോയിട്ടില്ല. പിന്നെ തൊഴിൽ മേഖലയിലേക്ക് ഇടയ്ക്ക് നമ്മൾ വടക്കനച്ഛൻ്റെ കാര്യം സൂചിപ്പിച്ചു, അതിലേക്ക് വന്ന ആ ഘട്ടം. വടക്കനച്ഛൻ്റെ കാര്യത്തിൽ വടക്കനച്ഛൻ ഞങ്ങളുമായിട്ട് പരിചയത്തിൽ അച്ഛൻ എന്നെക്കുറിച്ചൊരു ചിന്തയോ പ്ലാനോ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പ്ലാൻ എന്ന് പറയുന്നത് വേറെ ജോലിക്കൊന്നും പോകണ്ട, നിനക്ക് എഴുതാനറിയാം, തൊഴിലാളി ചേർന്ന് ഇവിടെ ജോലി ചെയ്യാം, അപ്പം നിനക്ക് ഉപജീവനം. ആ തൊഴിലാളി പത്രം, അത് അവിടെ നിനക്ക് ജോലി ചെയ്യാം, നിനക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രതിഫലം എന്നുള്ള നിലയിൽ ശമ്പളം കിട്ടുന്നുണ്ട്, പിന്നെ ആരെയും നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ജോലി ചെയ്യാം, എഴുതാം, ഒരു കുഴപ്പമില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ കയറുകയായിരുന്നു. ഈ അച്ഛനുമായിട്ടുള്ള സമ്പർക്കം ഒരു ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് വരാൻ ഇടയായി. പള്ളിയോടുള്ള വിരോധം എൻ്റെ മനസ്സിൽ ഉണ്ടായി. അത് റീസണബിളായിട്ടാണ്, അല്ലാതെ അദ്ദേഹത്തിന് പള്ളിയോട് വിരോധമൊന്നുമില്ല. ഇന്ന കാര്യങ്ങൾ ശരിയല്ല എന്നൊരു ബോധ്യം അച്ഛനുണ്ട്. അതിൻ്റെ പേരിൽ എൻ്റെ പരിപാടികളോട് ന്യായീകരണം അദ്ദേഹം നടത്തിയെന്നേ ഉള്ളൂ. എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതെ, പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു കുർബാന ചൊല്ലാനോ അല്ലെങ്കിൽ കൂദാശപരമായ കാര്യങ്ങൾ ചെയ്യാനോ അനുവാദമില്ല. വീട്ടിലിരിക്കുക എന്നുള്ള നിലയിലാണ്. അത് ഇല്ല, വീട്ടിലിരിക്കാൻ പുള്ളി സമ്മതിച്ചില്ല. അത് വേണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി തൃശ്ശൂർ പൂരപ്പറമ്പിൽ കുർബാന ചൊല്ലി. അത് വലിയ ബഹളമായിപ്പോയി പിന്നീട്. അങ്ങനെ അച്ഛനാണ് എന്നെപ്പറ്റിയുള്ളൊരു പ്ലാൻ അച്ഛനുണ്ടായിരുന്നതാണ് ഈ തൊഴിലാളി വരാനുള്ള കാരണം. അതിനു മുമ്പ് അച്ഛനുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അതിന് പരിചയം വരാനൊക്കെ ഉണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ വിമോചന സമരം അന്ന് നടന്നല്ലോ. മുണ്ടശ്ശേരി മാഷിൻ്റെ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെയുള്ള സമരമാണ്, അതിനെതിരെയുള്ള പ്രക്ഷോഭമുണ്ടായി. അതിനെ അടിച്ചമർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമങ്ങൾ ആരംഭിച്ചു. പല ആളുകളും കൊല്ലപ്പെട്ടു. അങ്കമാലിയിൽ കുറേ പേര് മരിച്ചു. പിന്നെ തെക്കൻ തിരുവാങ്ങൂരിൽ ഫ്ലോറി എന്ന് പറയുന്നൊരു ഗർഭിണി മരിച്ചു. ഒരാൾ ഞങ്ങളുടെ പള്ളിക്കാരനാണ്, കുര്യൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഞങ്ങളുടെ പള്ളിക്കാരനാണ്. അപ്പം ഇവൻ്റെ ഡെഡ് ബോഡി തൃശ്ശൂർ ടൗണിൽ നിന്ന് ലാഭയാത്രയായിട്ട് കാറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ രാത്രി ഞങ്ങൾ അത് കണ്ടു, ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ അപ്പനും ആ കൂട്ടത്തിലുണ്ട് ജാഥ നയിക്കുന്നത്. അപ്പോൾ അന്നാണ് ഈ വടക്കനച്ഛനെ പറ്റിയുള്ള ഒരു ചിന്ത എനിക്കുണ്ടായത്. അദ്ദേഹം കത്തോലിക്കാ സഭയ്ക്കെതിരെ ധീരനായ ഒരു നേതാവായിട്ട് തോന്നി. പല സമരങ്ങൾക്കും പുള്ളി നേതൃത്വം കൊടുത്തു. കുറേ കൂടെ ജനകീയനായിരുന്നു. ഈ കാഴ്ചപ്പാട് എന്നെ വളരെ ആകർഷിച്ചു. അച്ഛൻ്റെ കൂടെ എത്ര വർഷം ഉണ്ടായിരുന്നു തൊഴിലാളി പത്രം? അച്ഛൻ്റെ കൂടെ 4-5 വർഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു മുഖ്യമായിട്ട് അന്ന് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒരു ചർച്ച് സപ്ലിമെൻ്റ്, 4 സപ്ലിമെൻ്റ് ഇത് തൊഴിലാളിക്കുണ്ട്. നമ്മളിവിടെ അന്ന് മനോരമയ്ക്കൊന്നും സപ്ലിമെൻ്റ് ഇല്ല. 4 സപ്ലിമെൻ്റ് എല്ലാ മാസവും എടുക്കുവാൻ, ഓരോ ആഴ്ചയ്ക്ക് ഓരോ സപ്ലിമെൻ്റാണ്. അതിൽ ചർച്ച് സപ്ലിമെൻറ്റിൻ്റെ ചുമതല എനിക്കാണ്. കൾച്ചറൽ സപ്ലിമെൻ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ സപ്ലിമെൻ്റ് ഉണ്ട്, ഫിലിം സപ്ലിമെൻ്റ് ഉണ്ട്. അതിൽ ഈ ചർച്ച് സപ്ലിമെൻറ്റിൻ്റെ ചുമതല എനിക്കാണ്. അപ്പം അത് പിന്നെ ഞാൻ പത്രത്തിൽ ജോലി ചെയ്യണം, പത്രത്തിന് വേണ്ടി വാർത്തകൾ പിടിക്കണം, അച്ഛൻ പറയുന്ന പോലെയൊക്കെ എഴുതണം, കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ പരിപാടികളുണ്ട്. അത് സ്ഥിരമായിട്ട് ഞാൻ എഴുതുമായിരുന്നു. എനിക്ക് അതിനകത്ത് താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നിർബന്ധമായിട്ട് ഞാൻ ചെയ്തു കൊടുക്കണം. അതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഔപചാരികമായ ഒരു പത്രപ്രവർത്തന മേഖല എന്ന് പറയുന്നത് തൊഴിലാളി പത്രത്തില. അതെ. ആ സമയം തന്നെ ഈ ട്രാക്ട് വായിച്ചൊരു മാനസാന്തര അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ വിശ്വാസപരമായി അങ്ങനെ ഒരു ചുവടുവെപ്പെടുത്ത് വെച്ചിട്ടില്ല. അത് കാരണം ഉപജീവനം എന്നുള്ളൊരു ലക്ഷ്യമാണ്, ഉപജീവന മാർഗം. നമുക്ക് കുറച്ചുകൂടെ സുരക്ഷിതത്വം ഉണ്ടാകുകയും വേണം, നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുകയും വേണം. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അതാണ് അച്ഛൻ തയ്യാറാക്കി തന്നത്. ഇനി വിശ്വാസത്തിൻ്റെ വഴിയിലേക്കുള്ള യാത്ര സജീവമായത് എങ്ങനെയായിരുന്നു? വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് സ്നാനപ്പെട്ടപ്പോൾ ഇതിനെല്ലാം മാറ്റം വന്നു. സ്നാനപ്പെട്ടപ്പോൾ മറ്റൊരു കാര്യത്തിലും പിന്നെ ഏർപ്പെടാനൊക്കാത്ത സ്ഥിതിയായി. അങ്ങനെ വന്ന് ഞാൻ
ഓരോ നിലയും പോട്ട് പോകുമ്പോൾ ആ സഭയുമായിട്ടുള്ള സജീവമായ ബന്ധം എനിക്കുണ്ടായി. ഏത് സഭ? IPC സഭയുമായിട്ട്, ഈ നെല്ലിക്കുന്നത്ത് സഭയുമായിട്ടുള്ള ബന്ധമുണ്ടായി. സ്നാനപ്പെടുത്തിയ സഭയുമായി? ആ സഭയുമായിട്ട്. അന്ന് എനിക്ക് ബ്രദറുകാരെ പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അത് തൃശ്ശൂർ എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നീടൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു മമതയിലും അടുപ്പത്തിലും ഞാൻ മുമ്പോട്ട് പോവുക. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പള്ളിയുമായിട്ടോ വട്ടക്കാരുമായിട്ടോ അല്ലെങ്കിൽ ആ നിലയിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളൊന്നും ഞാൻ നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല. ആരോടും പരിഭവവും ദേഷ്യവും വിദ്വേഷമൊന്നുമില്ല. അത് എഴുത്തിൽ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അന്ന് ഞാൻ എഴുതിയ ഒരു ലേഖനം എന്ന് പറയുന്നത് പൊന്നിൻ കുരിശ് വിറ്റും പള്ളിപ്പെരുന്നാൾ നിർത്തിയും പാവങ്ങൾക്ക് തൊഴിൽ കൊടുക്കരുതോ എന്നും പറഞ്ഞ് ലേഖനം എഴുതി. അപ്പോൾ അത് വലിയ ബഹളം ഉണ്ടാക്കി. അപ്പം പള്ളിപ്പെരുന്നാൾ പൊന്നിൻ കുരിശ് എന്നൊക്കെ പറഞ്ഞാൽ കത്തോലിക്കിന് ഹരമാണത്. അതെ, അതിനെതിരെ ശബ്ദം ഉണ്ടാക്കിയാൽ പ്രശ്നമായി. അത് ഞങ്ങളുടെ ഇടവകയിൽ ചർച്ചാ വിഷയമായി. ബിഷപ്പ് എന്നെ വിളിപ്പിച്ചു, ചോദ്യങ്ങളൊക്കെ ചെയ്തു. അത് വലിയ ബഹളമായി. അപ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങളോടും ആഘോഷങ്ങളോടൊക്കെ സന്ധിയില്ലാത്തൊരു എതിർപ്പ് പോലെ എനിക്കുണ്ടായത്. ഈ വിവാഹം ഒക്കെ ഈ ഘട്ടത്തിലാണോ അതോ? അതെ അതെ അതെ. അതിനെക്കുറിച്ച് പറയാം. ആ വിവാഹത്തിൻ്റെ രംഗം എന്ന് പറയുമ്പോൾ ഞാൻ പൂർണ്ണമായും പെന്തക്കോസ്ത് തന്നെ നിൽക്കുക. അപ്പോൾ ആ സമയത്ത് ഈ സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു. സ്ത്രീധന സമ്പ്രദായം വചനാനുസരണമോ എന്നും പറഞ്ഞൊരു ലേഖനം. അത് ഉദയനക്ഷത്ര മാസികയിൽ, അത് പെന്തക്കോസ്ത് മാസികയാണ്. അവിടെ ഒത്തിരി മാസികകളുണ്ട്. ഉദയനക്ഷത്ര മാസികയിൽ ഞാൻ എഴുതി. അപ്പോൾ ഇങ്ങനെ വലിയ വിവാഹാലോചനകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്നു, മാവേലിക്കര ചെന്നിത്തല ബേർസേബ ബൈബിൾ സ്കൂൾ. അവിടെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ആളുണ്ട്, ഒരു തോമസ് എന്ന് പറയുന്ന ആൾ. ഞാൻ പാപ്പച്ചെന്നാണ് വിളിക്കുക. അപ്പോൾ തോമസ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ദയവേ വിവാഹമൊക്കെ കഴിക്കേണ്ട, എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിയല്ല, അതിനൊരു സംവിധാനം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ സമയമാകുമ്പോൾ അങ്ങ് നടക്കും, അപ്പം അതിനുവേണ്ടി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പാപ്പച്ചൻ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഈ തോമസ് എന്നോട് പറഞ്ഞു, എനിക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ജോയ്സിനെ പറ്റി കേട്ട്. അപ്പോൾ അവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ ആലോചിച്ചു. അങ്ങനെ ആ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാനോച്ചൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ പ്രസംഗകൻ ഉണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ഇഷ്ടമാണ്. പുള്ളി ഒരു ആദർശാധിഷ്ഠിതമായി ജീവിക്കുന്നൊരു സുവിശേഷകനാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അത് പാപ്പച്ചനും കൂടെ ഉള്ളപ്പോഴാണ് പറയുന്നത്, അച്ഛൻ ഞാനൊരു വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജോയ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അറിയാവുന്ന ഫാമിലിയാണ്, അത് കുഴപ്പമില്ല നടത്താൻ പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ പല ആളുകളുമായിട്ട് ആലോചിച്ചു. ഞാനൊരു കാത്തലിക്കാണല്ലോ, തൃശ്ശൂരാ വീട്. അപ്പോൾ ഇവിടുത്തുകാർക്കൊന്നും എന്നെ പരിചയമില്ല. അപ്പോൾ എന്താ ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരും നടത്തി കാണും. ഏതായാലും ആ കല്യാണം നടക്കുന്നത്. കല്യാണം നടന്നു. അതും ഈ പാസ്റ്റർ VJ ജേക്കബ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു പാസ്റ്റർ കൂടെയാണ് ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ ചെന്നിത്തല ബേർസേബ ബൈബിൾ സ്കൂൾ. അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പളാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ വിവാഹം ആ ശുശ്രൂഷ നിർവഹിച്ചത്. അന്ന് വളരെ പ്രഗത്ഭരായ പല ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പെന്തക്കോസ്തിലെ അന്നത്തെ വലിയ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. ആ വിവാഹം അങ്ങനെ നടന്നു. അപ്പോൾ വിവാഹത്തിന് ശേഷം എനിക്ക് ആദ്യം കിട്ടിയ സഭാ ചാർജ് എന്ന് പറയുന്നത് ഇവരുടെ സഭയിലാണ്. ഈ ജോയ്സിൻ്റെ പാസ്റ്റർ ആയിരുന്നില്ലല്ലോ. ഇല്ല, ഞാൻ പിന്നെ ആ സഭയിലേക്ക് എന്നെ ചുമതലപ്പെടുത്തി. അങ്ങനെ ഞാൻ പാസ്റ്ററായിട്ടങ്ങ് മാറി. കൈവയ്പ്പൊന്നും പോയി കിട്ടിയിട്ടില്ല. എന്നെ അവിടെ സഭാ ചുമതലയേൽപ്പിച്ചു. അപ്പം ഇവരുടെ വീട്ടിൽ താമസിക്കുന്നു. പാഴ്സനേജ് അവിടെ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. ഞങ്ങൾ പാഴ്സനേജൊക്കെ ക്രമീകരിച്ചു. ഒരു ചെറിയൊരു സഭയാണ്. അതിൽ ശുശ്രൂഷ ചെയ്തു.
അങ്ങനെ അവിടുന്ന് മാറിയിട്ട് ഞാൻ കുറിച്ചിയിൽ ഒരു പാസ്റ്റർ VK കുര്യാക്കോസ് എന്ന് പറഞ്ഞ ആളിൻ്റെ സഭയിൽ എന്നെ ചുമതലയേൽപ്പിച്ച് ഞാൻ അവിടെ പോയി ശുശ്രൂഷിക്കും. ഇങ്ങനെയൊക്കെ പോവുകയായിരുന്നു. ഇങ്ങനെ പോയാണ് ഞാൻ ഇതിനിടയ്ക്ക് ആദ്യത്തെ സമയത്ത് ഇവിടെ കുമ്മനാട്ട് ബംഗ്ലാവിൽ പോയിരുന്നു, പാസ്റ്റർ KE എബ്രഹാമിൻ്റെ അടുക്കൽ. അവിടെ എനിക്കൊരു ഷെൽട്ടറായിട്ട് അനുഭവപ്പെട്ടു. അത് നെല്ലിക്കുന്ന് IPC സഭയിലെ പാസ്റ്റർ ചെയ്തൊരു കാര്യമാണ്. കാരണം ഈ പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് ഒന്ന് മാറി നിൽക്കാൻ പറ്റിയ ഒരു താവളം, അഭയസ്ഥാനം എന്നുള്ള നിലയിൽ അദ്ദേഹം അങ്ങോട്ട് വിട്ടു. ആ പാസ്റ്റർ KE എബ്രഹാമിന് എന്നെ വലിയ കാര്യമാണ്, അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുകയും അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ എന്നെ കൂടെ കൊണ്ടുപോകും. കൺവെൻഷനുകൾക്കൊക്കെ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും. എനിക്ക് അവിടെ അവസരം തരുമായിരുന്നു. അങ്ങനെ ഒരു പ്രോത്സാഹനം ധാരാളമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടി. മക്കളെ കുറിച്ചുള്ള എനിക്ക് എൻ്റെ മോനെ മകൻ എന്ന് പറയുന്നത് ഗോഡ്ലിയാണ്. മൂത്ത മകൻ 2 പേരാണ്. ഗോഡ്ലി ഞങ്ങൾ കോട്ടയത്ത് താമസിക്കുമ്പോഴാണ് ഗോഡ്ലി ജനിക്കുന്നത്. അതിനു മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. അവന് അധികം ദിവസങ്ങളുണ്ടായില്ല. അന്ന് ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം പിടിപെട്ട് മരിച്ചു. ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഞങ്ങൾ ജോൺ എന്നുള്ള പേരായിട്ടത്. അവൻ മരിച്ച് അവിടെ വെച്ച് വാടൂർ തന്നെ അവനെ സംസ്കരിച്ചു. അത് കഴിഞ്ഞാണ് ഗോഡ്ലി ജനിക്കുന്നത്. അതിനുശേഷമാണ് ആഗ്നസ് ജനിക്കുന്നത്. അങ്ങനെ 2 കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഗോഡ്ലി ഇപ്പോൾ കൊച്ചിയിലാണ്. ആഗ്നസ് ആസാമിലാണ്. അതെ, അവർ സന്തോഷമായിട്ട് പോകുന്നു. വീണ്ടും നമ്മൾ ആ എഴുത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു സാഹിത്യ കൃതിയാണ് അല്ലെങ്കിൽ ഒരു ട്രാക്റ്റാണ് ചാനെ ദൈവഭാഗത്തേക്ക് നയിച്ചത്. ഒരു പക്ഷേ പിന്നീട് എഴുത്തിൻ്റെ ലോകത്ത് കൂടുതലായിട്ട് അഭിരമിക്കാൻ അതും ഒരു പ്രേരകമായി തീർന്നിട്ടുണ്ടോ? പ്രേരകമായി തീർന്നു. അതെ, എഴുത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം. അതെ. അപ്പം സ്വാധീനം, ഈ ട്രാക്റ്റിൻ്റെ സ്വാധീനം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചല്ലോ. അപ്പം ഞാൻ ട്രാക്റ്റുകളിലാണ് ആദ്യം തുടക്കം. അതായിരുന്നു ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്. ഈ തൊഴിലാളി പത്രത്തിൽ ഒരു സെക്കുലർ ശൈലിയിലുള്ള ഒത്തിരി ലേഖനങ്ങൾ ചർച്ച ഓറിയന്റഡ് ആയിരുന്നുവെങ്കിൽ, എന്നാൽ ഒരു ഇവാഞ്ചലിക്കൽ ആംഗിളിൽ നടത്തിയ ആദ്യത്തെ രചന എന്ന് പറയുന്നത് ഏതായിരുന്നു? അത് ജീവധ്വനി എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്, തൃശ്ശൂരിൽ നിറങ്ങുന്നതാണ്. അതിലാണ് ഈ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ, അതിനകത്താണ് ഈ പറഞ്ഞ വേദപുസ്തകാനുസരണം ഉള്ള വിഷയങ്ങൾ അതിനകത്താണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ തന്നെ പ്രവചന പ്രദീപികയിൽ ഞാൻ എഴുതുമായിരുന്നു. YS സാറിൻ്റെ, അതെ, സാറുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എങ്കിലും അദ്ദേഹം എന്നോട്, അതെ, രചനയിൽ കൂടെയുള്ള ബന്ധമാണ്. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ഈ ഞങ്ങൾ കൂടെ ലേഖനം അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞ്. അത് ഈ ശാസ്ത്രം, ബൈബിൾ, തിയോളജി ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റായിരുന്നു അന്ന്. അപ്പോളജിസ്റ്റിക് തിയോളജി അതൊക്കെ അതിനകത്ത് എഴുതുമായിരുന്നു. നിരീശ്വരവാദികൾക്കുള്ള മറുപടിയൊക്കെ അതിനകത്ത് എഴുതുമായിരുന്നു. അപ്പോളജറ്റിക്സിൽ ഒരു പക്ഷേ ഒരു ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റിയിലെ ഒരു ആദ്യകാല പ്രവർത്തകർ എന്ന് വേണമെങ്കിൽ ദേവശാനെ വിശേഷിപ്പിക്കാൻ എനിക്കതറിയത്തില്ല. പക്ഷേ വ്യക്തമായ ഒരു സംഭാവനകൾ നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് യുക്തി വിശ്വാസം. ആ ഒരു മേഖലയിലേക്ക് തിരിയാൻ എന്താണ് കാരണം? അതായത് ആ മേഖലയിലേക്ക് തിരിയാൻ കാരണം എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ചായ്വ് യുക്തിവാദത്തിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ഉണ്ടായിരുന്നു, അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ പഴുതുകൾ അടച്ച 2 ആളുകളാണ്. ഒന്ന് ഫാദർ വടക്കൻ അതിൻ്റെ പഴുത് അടച്ചു. പിന്നെ ഒരു ജേക്കബ് നടുവത്തുശ്ശേരി അച്ഛനുണ്ട്, മോൺസിഞ്ഞോർ ജേക്കബ് നടുവത്തുശ്ശേരി. അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ എനിക്ക് അന്ന് കിട്ടി. അദ്ദേഹം ശക്തമായിട്ട് നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും എതിരെ തന്നെ പുസ്തകം എഴുതുന്നയാളായിരുന്നു. വടക്കനച്ഛൻ അത് ചിന്താഗതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ദൈവമില്ലെന്നുള്ള വിശ്വാസമൊന്നുമില്ല, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ദൈവമില്ല എന്നുള്ള വിശ്വാസത്തെ പുള്ളി എതിർക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു തീർത്തും യുക്തിവാദിയാണെന്ന് നമുക്ക് പറയാനൊക്കെയില്ല, നിരീശ്വരവാദിയാണെന്ന് പറയാനൊക്കെയില്ല. എന്നെപ്പോലെ തന്നെ എല്ലാത്തിലും അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല, വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു നിരീശ്വരവാദത്തിലേക്കോ യുക്തിബോധ ചിന്തയിലേക്കോ പോകാനുള്ള വഴി അദ്ദേഹം ഇല്ലാതാക്കി. എന്നെ അദ്ദേഹം പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു. അപ്പോൾ നടുവത്തുശ്ശേരി അച്ഛനും ആ നിലയിൽ എന്നെ മോൾഡ് ചെയ്തെടുത്തു. അപ്പോൾ അവർ തന്ന ചില ബോധനമുണ്ട് എൻ്റെ മനസ്സിൽ, അത് ഇന്നും കിടപ്പുണ്ട്. അതനുസരിച്ചാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെയാണ് അപ്പോളജറ്റിക്കൽ തിയോളജിയിൽ വരുന്നത്. ഈ തേരാളി, യുക്തിവാദി, ഇതുപോലെയുള്ള യുക്തിവാദി പ്രസിദ്ധീകരണങ്ങൾ ഒരു കാലത്ത് കേരളത്തിൽ വളരെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുള്ള പ്രസിദ്ധീകരണം. അതെ അതെ. അപ്പൊ ആ സമയത്താണ് എനിക്കൊരു കൗണ്ടർ എന്നുള്ള നിലയ്ക്ക് യുക്തിയും വിശ്വാസവും വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, അതിൽ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന അത് വളരെ ചലഞ്ചിങ് ആണ്. ഛായാചിത്രം അത് തുടങ്ങിയതിന്റെ യുക്തിയും വിശ്വാസവും മാസി തുടങ്ങിയത്. അതായത് ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഈ തേരാളി, അതുപോലെ യുക്തിവാദി, രണരേഖ എന്നൊക്കെ പറയുന്ന ഒത്തിരി പ്രസിദ്ധീകരണങ്ങൾ അവരുടെ ഉണ്ട്, ഈ യുക്തിവാദികളുടെ ഉണ്ട്. ആ യുക്തിവാദി മാസികകളിൽ ഈ യുക്തിവാദ സംബന്ധമായ ലേഖനങ്ങൾ ധാരാളം വരികയാണ്. അപ്പോൾ അതിനൊന്നൊരു മറുപടി പറയുന്നില്ല, പറയാൻ ആരുമില്ല. അപ്പോൾ ആ സമയത്താണ് ഇതിന് മറുപടി പറഞ്ഞു വെക്കൂ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ചില ആളുകളൊക്കെ വിളിച്ച് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു, തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണ് യുക്തിയും വിശ്വാസവും ആരംഭിക്കുന്നത്. യുക്തിയും വിശ്വാസവും വന്നതോടുകൂടെ അതിൻ്റെ ഈ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ധാരാളം ആളുകൾ വായനക്കാരായിട്ട് വരുന്നു. ഇതിനെ കുറേ ആളുകൾ അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്കുള്ളതുകൊണ്ട് യുക്തിവാദി പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന എല്ലാ ലേഖനങ്ങൾക്കും മറുപടി പറയുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയായിട്ട് മാറി. അങ്ങനെയാണ് ഇവർക്കെല്ലാം മറുപടി എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്നൊരു പ്രൊട്ടസ്റ്റന്റ് കമ്മ്യൂണിറ്റിയുടെ എന്നല്ല, ക്രൈസ്തവ സമൂഹത്തിന് പൊതുവായിട്ടുള്ള അത് ഫാദർ അടപ്പൂരച്ഛൻ എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു. ജസ്യൂട്ട് ഫാദർ അങ്ങനെ പലരും പറയത്തക്ക നിലയിലുള്ള അതിലെ ഒട്ടുമിക്ക ലേഖനങ്ങളും ദേവച്ചൻ തന്നെ എഴുതേണ്ടി വന്നു. ഞാൻ തന്നെ എഴുതേണ്ടി വന്നു. അന്ന് അതുമായിട്ട് സഹകരിച്ചിരുന്ന ആരൊക്കെയാണ് മറ്റെഴുത്തുകാരായിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഈനോക് സാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിണാമ സൃഷ്ടി അദ്ദേഹത്തിനകത്ത് കൂടുതൽ എഴുതുമായിരുന്നു. പിന്നെ പലരും ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഈ ചിത്രം, അതങ്ങനെ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തെങ്കിലും? അത് എവിടുന്നോ എനിക്ക് കിട്ടിയതാ. അത് എനിക്ക് തോന്നുന്നു അല്ല ഏതോ ഫോറിൻ മാഗസിനിലെ ചിത്രമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് റീസണബിളായിട്ട് തോന്നി. വളരെ ചലഞ്ചിങ് ആയിരുന്നു. അതെ. അപ്പോൾ അത് ഞാൻ എടുത്ത് ഇതിനകത്ത് ഇട്ടതാണ്. അത് ഏതാ മാസികയെന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. യുക്തിയും വിശ്വാസം എത്ര വർഷം അത് മുന്നോട്ട് പോയി? 23 വർഷം. 23 വർഷം ഏറെക്കുറെ പതിവായിട്ട് തന്നെ. എല്ലാ ലക്കവും ചില യഥാവസര ലേഖകളൊക്കെ അതുകൊണ്ടുണ്ട്. അതിങ്ങനെ പറഞ്ഞ പോലെ വന്നിരുന്നു. ഈ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞ യഥാവസര ലേഖ എന്നുള്ള പദം തന്നെ വായിക്കുന്ന ആദ്യമായിട്ട് ഇതിലൂടെയാണ്. പിന്നെ ബാലസഖി അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള അതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാമോ? അത് തുടങ്ങിയതിന്റെ, അതായത് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രസിദ്ധീകരണങ്ങൾ ഇല്ലായിരുന്നല്ലോ ആ സമയത്ത്. അപ്പം അവരും കുറേ എഴുത്തുകാരും ഒക്കെ ഉണ്ട്, ചിന്തിക്കുന്ന ആളുകളുണ്ട്, എഴുതാൻ സാധ്യതയുള്ളവരുണ്ട്, ചിത്രങ്ങൾ വരയ്ക്കാൻ സാധ്യതയുള്ളവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ പലയിടത്ത് വെച്ച് കണ്ടെത്തി. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു മാസിക തുടങ്ങണം എന്ന് പലരും എന്നോട് പറഞ്ഞു. എനിക്ക് ആ ഒരു ചിന്തയുണ്ടായി. ഈ സഖിയുടെ പ്രകാശന ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. റാന്നി സിയോൻ ബ്രദർ നേക്കേവർഗീസ് സാറായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രകാശനം. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പോകുന്ന പോലെ ഇത് പല മാനങ്ങളിലേക്ക് ഉയരട്ടെ എന്നൊക്കെ ആശംസിക്കുന്ന എനിക്ക് ഓർമ്മ. അന്ന് പല പ്രമുഖരായ ആളുകളും നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ളവർ അവിടെ ഉണ്ട്. ആദ്യ ലക്കത്തിൽ തന്നെ എഴുതാൻ എനിക്കും കിട്ടി. ശരി. നല്ല ഓർമ്മയായിരുന്നു. അത് മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ ആ സമയത്ത് സമൃദ്ധമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. 23 മാസികകളിൽ തുടർച്ചയായിട്ട് എഴുതിയ സമയമുണ്ട്. ഒരേ സമയം തന്നെ. ഓക്കെ. വിവിധ സമൂഹങ്ങളുണ്ട്. കൂടുതൽ അപ്പോളജറ്റിക് വിഷയങ്ങളായിരുന്നു. അതെ, കൂടുതൽ അങ്ങനെയായിരുന്നു. അത് ഈ നമ്മുടെ മാർ അപ്രയം തിരുമേനിയുടെ മെത്രാപ്പോലിത്തയുടെ ഒരു പൗരസ്ത്യ നാദം എന്നും പറഞ്ഞൊരു മാസികയുണ്ട്. ആ കൽദായ സുറിയാനിക്കാരുടെ ഇതാണ്. അതിനകത്ത് ഞാൻ തുടർച്ചയായിട്ട് എഴുതുമായിരുന്നു. അങ്ങനെ കുറേയേറെ മാസികകളിൽ തുടർച്ചയായിട്ട് എഴുതുമായിരുന്നു. ഈ മാസികകൾ, ലേഖനങ്ങൾ, അതിൽ നിന്നും അടുത്തൊരു ചുവടുവെപ്പായിരുന്നല്ലോ ഈ പുസ്തകങ്ങൾ എന്നുള്ള. ഇതിനോടൊക്കെ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? 40 പുസ്തകം എഴുതിയിട്ടുണ്ട്. 40 പുസ്തകങ്ങളായിരുന്നു. ആദ്യത്തെ ബുക്ക് ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ട്? വിഷം തരൂ പകരം ജീവൻ. അതൊരു ആത്മകഥാംശമുള്ള ഒരു ഗ്രന്ഥം. അതെ, ആത്മകഥ എന്ന് പറയാനൊക്കെയില്ല. അത് അങ്ങനെ ഒരു നോവലിൻ്റെ രീതിയിലാണ്. അതിനകത്തെ കഥാപാത്രങ്ങളുടെ പ്രകൃതിയും അവരുടെ ലക്ഷ്യങ്ങളും ജീവിത പരാജയവും
സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സാധാരണ അക്കാലത്തുണ്ടായിരുന്ന പുസ്തകങ്ങളുടെ ശീർഷകങ്ങൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു തലക്കെട്ടായിരുന്നു മിഷൻ ഒരു പകരം ജീവൻ. അങ്ങനെ ഒരു തലക്കെട്ട് നൽകാൻ എന്താ ഒരു പ്രചോദനം? അതായത് ആ കാലത്ത് ഞാൻ ഈ കോളേജുകളിൽ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. യുവിൻ്റെയും ഒക്കെ അന്ന് യു എന്ന് പറയുന്നത് കോളേജുകളിലെ ശക്തമായൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. എന്നെ അവർ സാധാരണ വിളിക്കും പ്രസംഗങ്ങൾക്കും ക്യാമ്പുകൾക്കൊക്കെ. പിന്നെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സമയമുണ്ട് അവിടെ. അതിനെന്നെയാണ് അവിടുത്തെ സംഘാടകരെ ഏൽപ്പിക്കുന്നത്. എല്ലാം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. അപ്പം ആ വിഷയങ്ങളെ ആധാരമാക്കി ഒരു പുസ്തകം എഴുതണമെന്ന് ചിന്തയുണ്ടായി. അങ്ങനെയാണ് ആ പുസ്തകം എഴുതാനിടയായത്. അതന്ന് അനേക ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രൊഫസർ പി സ്കറിയ മാഷ് അന്ന് ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. എനിക്ക് മാഷെ അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം ആ പുസ്തകം വായിച്ചിട്ട് എനിക്കൊരു കത്തയച്ചിരുന്നു. അന്നാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ നിലയിൽ മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അനേക ആളുകളെ ചിന്തിപ്പിച്ചൊരു പുസ്തകമാണ്. ഒരു റോസ് നിറത്തിലുള്ള പുറഞ്ചിട്ടൊക്കെയാണ്. അതിൻ്റെ പുതിയ എഡിഷൻ ഇപ്പോൾ ഈയിടെ ഇറങ്ങി. ഇത് വായിച്ച ആദ്യത്തെ വായനക്കാരിൽപ്പെട്ട ഒരാൾ ആണിപ്പോൾ സെക്കൻഡ് എഡിഷൻ അത് അച്ചടിച്ച് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും സെക്കൻഡ് എഡിഷൻ ഇറങ്ങി. ഞങ്ങളൊക്കെ കോളേജ് വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്താണ് ആ പുസ്തകം വരുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ആ സമയത്ത്. പിന്നെ മറ്റ് പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്? മറ്റ് പുസ്തകങ്ങൾ എല്ലാത്തിൻ്റെ പേര് ക്രമമായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. എല്ലാം കൂടി ഒരു 40 പുസ്തകം എഴുതി തീർത്തു. 40 പ്രിന്റ് ചെയ്ത് കിട്ടി, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകം എഴുതുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടില്ലായിരിക്കും. പക്ഷെ അത് പ്രസാദനം ചെയ്യുക, വിറ്റഴിക്കുക, ഇതൊക്കെ വളരെ ശ്രമകരമായ ദൗത്യങ്ങളാണ്. ഒരിക്കലും സാമ്പത്തികമായിട്ട് നഷ്ടമല്ലാതെ നേട്ടം അതിൽ നിന്നുണ്ടായില്ല. ഇല്ല. എങ്കിലും പിന്നെ വീണ്ടും വീണ്ടും എഴുതാനൊരു പ്രചോദനം അത് ആളുകളുടെ പ്രോത്സാഹനമാണ്, വായനക്കാരുടെ പ്രോത്സാഹനമാണ്. അതിപ്പം ഞാനിങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനൊക്കെ ചെല്ലുമ്പോൾ പലരും വരികയും കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യും. അപ്പം ഇന്ന ലേഖനം, ഇന്ന പുസ്തകം എന്നൊക്കെ അവർ പറയും. അപ്പോൾ ഇത് വ്യാപകമായി സ്വാധീനിക്കപ്പെടുമെന്ന് മനസ്സിലാകും. അപ്പോൾ അവർ പറയും ഇനി എന്താ എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ച് പഠിച്ചെഴുതും. എഴുത്ത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അത് വളരെ ശ്രമകരമായ ഒന്നാണ്. ഞാൻ എഴുതുന്നതെല്ലാം വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഈ വെറും ബിബ്ലിക്കലായിട്ടല്ലല്ലോ പോകുന്നത്. അപ്പോൾ അതിനെ കുറേ പഠിക്കണം, കുറേ റെഫർ ചെയ്യണം, പഠിക്കണം. ചിലർക്ക് റിസ്ക്കിയാണ്. എനിക്ക് റിസ്ക്കി ആയിട്ടുള്ള വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാനാണ് ഇഷ്ടം. നല്ലൊരു ലൈബ്രറി ഉണ്ട്. ഉണ്ട്, നല്ല ലൈബ്രറി ഉണ്ട്. എൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ പോയി. ഞാൻ കുറേ പുസ്തകങ്ങൾ കൊടുത്ത് ഞങ്ങളുടെ പള്ളിയിലൊരു ലൈബ്രറി തുടങ്ങി. പിന്നെ റാന്നി താമസിക്കുന്ന കാലത്ത് അവിടുത്തെ PJT ലൈബ്രറിയിൽ ഞാൻ കുറേ പുസ്തകങ്ങൾ കൊടുത്തു. ഇങ്ങനെ പലർക്കും പുസ്തകങ്ങൾ കൊടുക്കുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള പുസ്തകങ്ങളെ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിള്ളേർ പറയുന്നുണ്ടാവുന്നത് ഇനി ആർക്കും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലൊരു കളക്ഷനാണ് അത്. ഈ സന്യാസാശ്രമങ്ങളിൽ ആയിരുന്ന സമയത്ത് തൊട്ടേ ഈ സഭാചരിത്ര പഠനത്തോട് വലിയ താല്പര്യമുണ്ടായി. അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള നിലയിൽ ഒരു പക്ഷേ അച്ഛൻ്റെ 40 പുസ്തകങ്ങളിലൊരു മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒന്നാണല്ലോ സഭാചരിത്രം. അതിൻ്റെ ആ പശ്ചാത്തലം, അതിലേക്ക് വന്ന സാഹചര്യം എന്ന് പറയാം. ക്രൈസ്തവ സഭയുടെ വ്യതിചലനമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഞാൻ കാണുന്നത് ആദ്യത്തെ സഭ എന്ന് പറയുന്നത് AD 30 ജെറുസലേമിൽ ആരംഭിച്ച സഭയാണ്. അതാണ് ശ്ലൈഹിക അല്ലെങ്കിൽ അപ്പസ്തോലികമായ സഭ. അപ്പസ്തോലിക പാരമ്പര്യം നിൽക്കുന്ന സഭ അതാണ്. അപ്പം സഭയെപ്പറ്റിയുള്ള 4 സവിശേഷതകൾ ഞാൻ പഠിച്ചിട്ടുള്ള: 1 ഏകം, 2 വിശുദ്ധം, 3 അപ്പസ്തോലികം, 4 സാർവത്രികം എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വ്യതിചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭയിൽ ഉണ്ടാകാതിരുന്ന പല കാര്യങ്ങളും പിന്നീട് എഴുതി ചേർത്തു, കൂട്ടിച്ചേർത്തുള്ള ആ കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ ശരിയായൊരു സഭയെ കാണാനില്ല. ഒരു സത്യാന്വേഷി യഥാർത്ഥ സഭയെ തേടി അലയുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി.
സഭകൾ ധാരാളമുണ്ട്, 30,000-ലേറെ മേജർ ചർച്ചസ് ഉണ്ട് നമുക്ക്. പക്ഷെ അവിടെ എങ്ങും ഈ ക്രിസ്തുവിൻ്റെ സഭയെ കാണാനില്ല. ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ പേരുകളൊക്കെ വരുന്നല്ലാതെ ആ സഭ കാണുന്നില്ല. ആ ഒരു ദിശയിലേക്കുള്ള പഠനയാത്രയിലാണ് ഈ ശരിക്കുള്ള സഭയെപ്പറ്റി ഒന്ന് ബോധ്യപ്പെടുത്തണം എന്നൊരു ചിന്ത ഉണ്ടായി. അത് ചരിത്രപരമായിട്ടാണ് കൂടുതലും. അങ്ങനെയാണ് ആ സഭ, ആഗോള ക്രൈസ്തവ സഭ നൂറ്റാണ്ടുകളിലൂടെ എന്നുള്ള പുസ്തകം എഴുതിയത്. ഒരുപക്ഷെ അതിനു മുൻപ് KV സൈമൺ സാറിൻ്റെ സഭാചരിത്രമുണ്ട്, പിൽക്കാലത്തും എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഇത് വളരെ വ്യതിരിക്തമാണ്, സാധാരണക്കാരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടുള്ള ഒരു ചരിത്രരചനയാണ്. എനിക്കതുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. റാന്നിയിലെ വീട്ടിലിരുന്ന് ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പുസ്തകങ്ങളുടെ ഇടയിൽ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അനേക തവണ അവിടെ വന്ന ഗ്രന്ഥത്തിൻ്റെ ഓർക്കുന്നു ആ നാളുകളൊക്കെ. ഓർക്കുന്നു. മറ്റ് 3 പുസ്തകങ്ങൾ കൂടെ എൻ്റെ രചനയിലും പങ്കാളിത്തം വഹിക്കാൻ എനിക്ക് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒന്ന് സഖാക്കളെ മുന്നോട്ട്, ശരിയാ, റഷ്യയുടെ ഒക്കെ പതനത്തെ തുടർന്ന് USSRന്റെ പതനത്തെ തുടർന്നുണ്ടായത്. പിന്നെ ക്രിസ്തീയ സ്നാനം എന്ന ഗ്രന്ഥം മറ്റേ നാഗലിൻ്റെ, അതുപോലെ തന്നെ യാക്കോബ് രാമവർമ്മൻ്റെ ആദ്യത്തെ മലയാള ഭാഷയിലെ ആദ്യത്തെ ആത്മകഥ ഗ്രന്ഥം. ദേവശാന്റെ ഈ 40 പുസ്തകങ്ങൾ പറയുമ്പോൾ ഒട്ടുമിക്ക ഈ തമ്പിങ് മെജോറിറ്റി ഈ ചരിത്ര ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ വൈജ്ഞാനിക സാഹിത്യത്തിൽപ്പെടുന്നതൊക്കെയാണ്. ഒരു സർഗരചന എന്ന് പറയുന്ന നിഷേധി എന്ന് പറഞ്ഞിരുന്നു നോവല. അപ്പോൾ അങ്ങനെ ഒരു സർഗാത്മക രചയിതാവ് ഉള്ളിലുണ്ടെന്നുള്ളത് തെളിയിക്കുകയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് പറയാമോ? ഈ ഞാൻ കുട്ടിക്കാലത്ത് പള്ളിയിലായിരുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നാടകങ്ങൾ അഭിനയിക്കുമായിരുന്നു. നല്ല നല്ല നാടകങ്ങൾ തിരഞ്ഞെടുത്ത് അഭിനയിക്കും. ആ നാടകങ്ങളെല്ലാം ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സർഗാത്മകത എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ അന്ന് ചെറുകഥകൾ ധാരാളം എഴുതുമായിരുന്നു. നവജീവിക, മേരി വിജയം, ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ അതെല്ലാം കത്തോലിക്ക മാസികകളാണ്. അപ്പോൾ അതെൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ സമയത്താണ് ഫാദർ ബെനഡിക്റ്റ് ഓണംകുളത്തിൻ്റെ ഒരു കുപ്രസിദ്ധമായൊരു പ്രശ്നമുണ്ടായി. മന്നവരി കൊലക്കേസ്, മറിയക്കുട്ടി കൊലക്കേസ്. അപ്പം അന്ന് ഞാൻ അതിനെപ്പറ്റിയുള്ള പത്രവാർത്തകൾ വായിച്ചപ്പോൾ ഇതിനകത്ത് അത്ര യാഥാർത്ഥ്യമില്ലെന്നൊരു ബോധ്യം എനിക്കുണ്ടായി. ശരിയോ തെറ്റോ എന്ന് എനിക്ക് വിധിക്കാൻ നിവൃത്തിയില്ല. ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ള ബോധ്യമുണ്ടായി. അച്ഛനൊരു നിരപരാധിയാണെന്നുള്ള ചിന്ത എനിക്കുള്ളത്. പക്ഷെ അച്ഛന് സംഭവിച്ചു കൂടായികയില്ല എന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഞാൻ അന്നൊരു നാടകം എഴുതി, പരീക്ഷണങ്ങൾ എന്നതിൻ്റെ പേര്. ആ നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ പേർക്കൊരു കത്ത് എഴുതിയിരുന്നു. അച്ഛൻ എനിക്കതിന് മറുപടി തന്നിട്ടുണ്ട്. മറുപടിയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് കോടതിയാണല്ലോ തീരുമാനിക്കേണ്ടത്. എങ്കിൽ അച്ഛൻ അന്ന് ഒരുപാട് സഫർ ചെയ്തായിട്ടാണ് എനിക്ക് കേൾക്കാനും അറിയാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സർഗാത്മകത എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സമൂഹത്തിൽ അങ്ങനെ സർഗാത്മകമായൊരു ചിന്താഗതിക്ക് വലിയ സ്ഥാനമുണ്ടോ എന്നൊരു ചിന്ത എനിക്കുണ്ടായി. അതുകൊണ്ടാണത് വേണ്ടാന്ന് വെച്ചു. പിന്നെ കൂടുതൽ ആളുകൾ കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയമാണ് ഈ അപ്പോളജറ്റിക്കൽ തിയോളജി എന്ന് പറയുന്നത്. മറ്റതൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. അപ്പോൾ അപ്പോളജറ്റിക്കൽ തിയോളജിയിലേക്ക് മാറാം എന്ന് തീരുമാനമായിരുന്നു. അങ്ങനെയാണ് അങ്ങോട്ട് മാറുന്നത്. പിന്നെ ഈ നിഷേധി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വന്നപ്പോൾ അത് ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരവതരണമാണ്. ആ തീം അവിടെ അവതരിപ്പിക്കുന്നത്. ഐക്യമായി സഭയായിട്ട് നിൽക്കുകയും സഭയെ മിഷണറി സ്പിരിറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ആ സഭ ഏത് സ്ഥലത്തും സ്പ്രെഡാകും. ധാരാളം ആളുകൾ ദൈവഭാഗത്തേക്ക് വരുവാൻ സംഗതിയാകും. ഒപ്പം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ
പല കാര്യങ്ങളും നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ ആ ഗ്രാമതലത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ആശയം കൊടുക്കാൻ വേണ്ടിയാണ് നിഷേധി ഇറങ്ങിയത്. നമ്മുടെ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ പൊതുവെ ഈ സാമൂഹ്യ പ്രതിബദ്ധത കുറയുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിഷേധി ഉണ്ടായിരുന്നു. ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് പറയാം. അതെ. ഓക്കെ. പക്ഷേ പിന്നെ സർഗാത്മക രചനയിൽ അധികം അല്ല, പിന്നെ ഇഷ്ടം പോലെ രചനകളുണ്ട്. ഞാനതിൻ്റെയൊക്കെ കുറേ അതിൻ്റെയൊക്കെ ഫ്ലോട്ടോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പിന്നെ അങ്ങനെ പൂർണ്ണമാക്കിയില്ല, മനഃപൂർവ്വം പൂർണ്ണമാക്കാതിരുന്ന. ഇപ്പം യാദൃശ്യമായിട്ട് ചേനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തൊരു ചിത്രം കൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അഭിനേതാവായിരുന്നു. അതെ അല്ലേ? ആ അഭിനയകലയിൽ മുന്നോട്ട് പോയോ കുറച്ചെങ്കിലും? ഇല്ല, കാരണം അത് ഞാൻ തന്നെ കൺട്രോൾ ചെയ്തതാണ്. അതിനൊരു കാരണം അച്ഛനാണ്, ഫാദർ വടക്കനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ അതിന് പോകരുത്, അത് അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കും, അതുമായിട്ടുള്ള ഈ കലാകാരന്മാരും ബന്ധങ്ങൾ പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് അതിൽ വേണ്ട ഒരു റിലീജിയസ് ആയിട്ട് തുടരണം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് പോകാം. ഞാനൊരു എഴുത്തുകാരൻ, അപ്പോൾ തന്നെ ഒരു പ്രസംഗകല ഒരു പ്രത്യേക ശൈലി ആദ്യം തൊട്ടേ അനുവർത്തിച്ചിരുന്നു. സാധാരണ പ്രസംഗകരുടെ, ബ്രദർ പെന്തക്കോസ്റ്റൽ പ്രസംഗകരുടെ ഒരു ആവേശത്തിളപ്പില്ലാതെ വളരെ ശാന്തമായിട്ട് നിന്ന് പ്രസംഗിക്കുന്ന ഒരു ശൈലി, അപ്പോൾ തന്നെ അവസാനം വരെ പ്രേക്ഷകരെ അല്ലെങ്കിൽ കേൾവിക്കാരെ പിടിച്ചു നിർത്തുന്ന ഒരു ശൈലി, സുന്ദരമായ ഭാഷയിലൊക്കെ. എങ്ങനെയാണ് അങ്ങനെ ഒരു തനതായ ശൈലി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? എനിക്ക് അന്നത്തെ പ്രകടമായ ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ചോദിക്കുക. അങ്ങനെ ഒരു മോഡലൊന്നും എൻ്റെ മുമ്പിലില്ല. ഞാൻ തന്നെ കുറേ ചിന്താഗതികളെല്ലാം ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുവരികയായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ പ്രായോഗിക കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. വലിയ തിയോളജി എന്നുള്ളതിനെക്കുറിച്ചായിട്ട് പ്രായോഗികത വേണം. അപ്പോൾ തന്നെ കേൾവിക്കാർ പലരുമാണല്ലോ. അങ്ങനെ വ്യത്യസ്തരായ ആളുകൾക്കെല്ലാം ഇത് വിശ്വാസയോഗ്യമായി തീരത്തക്ക നിലയിൽ ഹിസ്റ്ററിയും ഫിലോസഫിയും ലിറ്ററേച്ചറും അതും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് സമന്വയിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ആവശ്യം എന്ന് പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന ആശയം വളരെ വ്യക്തമായിട്ട് സ്ഥാപിക്കുക, സമർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ ശബ്ദം കൊണ്ട് ആൾക്കാരെ, കേൾവിക്കാരെ കൊടുമ്പിരി കൊള്ളിക്കുന്നൊരു രീതി പൊതുവേ ഉണ്ട്. പക്ഷെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ദേശാൻ്റെ ശൈലി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ ശബ്ദത്തിൻ്റെ പ്രാധാന്യം നല്ലതാണെങ്കിലും ശബ്ദം കുറച്ചുകൂടെ ലളിതമാക്കുന്നതും ശബ്ദത്തിൻ്റെ വീതികളുടെ വ്യത്യാസങ്ങൾ വെളിപ്പെടുത്തുന്നതും കേൾവിക്കാരെ ആകർഷിക്കാൻ സഹായകമാണ്. വലിയ ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല. അത് പ്രസംഗകർ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശാന്തമായി പ്രസംഗിക്കാമല്ലോ. ശരിയായ സന്ദേശമാണ് കേൾവിക്കാരുണ്ടാകും. എങ്ങനെയാണ് ഈ പ്രസംഗത്തിൻ്റെ ലോകത്തേക്ക് വന്നത്? ആദ്യം പ്രസംഗിച്ചത് സ്നാനക്കടവിൽ നിന്നാണ്. അതാണ് ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രസംഗം എൻ്റെ ഗ്രാമത്തിലാണ്. അവിടെ തെരുവ് പ്രസംഗമായിരുന്നു. തെരുവ് പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ ഈ IPSCയുടെ യുവജന പ്രസ്ഥാനമാണ് PYP എന്ന് പറയുന്നത്. PYPയുടെ ഒരു ജൂബിലി കാലം അന്നുണ്ടായിരുന്നു. അത് പ്രമാണിച്ച് അവർ പല സ്ഥലങ്ങളിൽ യോഗങ്ങൾ, കൺവെൻഷനുകളും ക്യാമ്പുകളും ഒക്കെ ക്രമീകരിച്ചു. അതിൽ ഒരു ക്യാമ്പ് ക്രമീകരിച്ചത് എൻ്റെ നാട്ടിലാണ്. അപ്പം അതിൻ്റെ കാരണം ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് വന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ ഒരു ക്യാമ്പ് വെച്ചു. അപ്പം ആ ക്യാമ്പ് എനിക്ക് ഗുണം ചെയ്തു. എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാം, പ്രവർത്തിക്കാം, അങ്ങോട്ടും ഉണ്ടായി. ഇത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പ്രസംഗിക്കാനുള്ളൊരവസരം തൃശ്ശൂരിൽ തന്നെ കിട്ടി. അത് ഒരു പാസ്റ്റർ KO വർഗീസ്, PC മാസ്റ്റർ എന്ന് പറയും, അദ്ദേഹമാണ് എന്നെ പ്രസംഗത്തിന് ക്ഷണിച്ചത്. അപ്പം അതാണ് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത്. ഒരു കൺവെൻഷനിലെ പ്രസംഗമാണ്. അപ്പം ആ പ്രസംഗം നടത്തിയതിന് ശേഷം അത് കേട്ടിട്ടുള്ള ചില ആളുകൾ അവരവരുടെ നാടുകളിൽ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചു. അപ്പം ഞാൻ അങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ സ്നാനക്കടവിൽ തുടങ്ങി, സ്വന്തം നാട്ടിൽ. അങ്ങനെ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് പിന്നെ പ്രസംഗങ്ങളുമായി പോയി? ഞാൻ പോയത് ഈ അറേബ്യൻ ഗൾഫ് രാജ്യങ്ങളിലേ പോയിട്ടുള്ളൂ. അത് ഞാനങ്ങനെ പോകാൻ ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്ത ആളല്ല. അവർ ക്ഷണിക്കുമ്പോൾ അവിടെ പോകും, ഇത്രയേ ഉള്ളൂ.
അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ പക്ഷേ ഇതിനോടകം എത്ര വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ടാവും? അതൊന്നും തിട്ടപ്പെടുന്ന സാധിക്കില്ല. ഈ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞിട്ട് ഉണ്ടായ അനുഭവങ്ങൾ, ആരെങ്കിലും അതിനോട് പ്രതികരണം, അങ്ങനെ എന്തെങ്കിലും അവിസ്മരണീയമായ അനുഭവങ്ങൾ? ഉണ്ട്. അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഒരു രംഗം ഞാൻ ഓർക്കുന്നത്, ഈ ഓടനാവട്ടത്തിനടുത്ത് ചെപ്രയിൽ ഒരു പ്രസംഗം നടത്തുകയാണ്. അന്ന് ജി ജോസഫ് സാറ്, ജി യോഹന്നാൻ സാറൊക്കെയാണ് അന്നത്തെ ആളുകൾ. അപ്പോൾ യോഗം നടത്തുന്ന പുരയിടത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രസംഗിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സ്വാമി ആരിങ്ങോട്ട് വന്നു. ഒരു ഷോളൊക്കെ പൊതിച്ച് ഒരു സ്വാമി വന്ന് നേരെ മുന്നിൽ ഇവർ വന്ന് ഞാനങ്ങനെ അവിടെ ഇരിക്കുക. നല്ല ആൾക്കൂട്ടമായിരുന്നു. പ്രസംഗം തീരാറായപ്പോൾ അത് എഴുന്നേറ്റങ്ങ് പോകുന്നു കണ്ടു. അപ്പോൾ ഞാനോർത്ത് സ്വാമിക്ക് ഇഷ്ടപ്പെട്ട് കാണുകയില്ല, സ്വാമി പോവുക എന്ന് ഞാൻ ചിന്തിച്ചു. അവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രസംഗം തീരാറായ സമയത്ത് സ്വാമി ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ച് നേരെ വരുന്നത് എൻ്റെ മുമ്പിലോട്ടാണ്, ഈ സ്റ്റേജിലോട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ എൻ്റെ നേരെ കാണിച്ചു. അപ്പോൾ കൈക്കകത്ത് ഒരു വെറ്റിലയുണ്ട്, ഒരു ദക്ഷിണ, ഒരു ചെറുനാരങ്ങയുണ്ട്, കുറച്ച് രൂപയുണ്ട്. ഇതെൻ്റെ ഒരു ദക്ഷിണയാണ്, സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഞാനുടനെ 2 കൈ നീട്ടി സ്വീകരിച്ച് ആ മേശപ്പുറത്ത് വെച്ചു. അത് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് നാളത്തേക്ക് കൂടെ പ്രസംഗിക്കണം, നാളെ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പ്രസംഗമാക്കാൻ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാളെ ഞാനില്ല, നാളെ വേറൊരു ദൈവദാസനാണ് വരുന്നത്, ഇനി ദൈവം അനുവദിച്ചാൽ ഞാൻ അവിടെ വരാം, ഏതായാലും നാളെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി എന്നോട് സ്വകാര്യമായിട്ടൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറയുന്നത്, ഞാൻ ഈ ക്രിസ്ത്യാനികളുടെ മതപ്രസംഗം ധാരാളം കേട്ടിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. അപ്പം കൃഷ്ണൻകുട്ടിയുടെ കാര്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു എഴുത്തുകാരനും ഒരു പ്രസംഗകനും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഇപ്പം അദ്ദേഹം ക്ഷീണിതനായിട്ടൊക്കെ ഇരിക്കുക, എങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊന്നും കേൾക്കാൻ നിവൃത്തിയില്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വായിക്കാനൊന്നും ഒത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് പ്രസംഗകർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അതിനകത്ത് ഒരാളാണ് ഞാനെന്നേ ഉള്ളൂ, അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി. രക്ഷിക്കപ്പെട്ട ആളുകൾ പലരുമുണ്ട്, അവരൊക്കെ എനിക്ക് കാണാനും പരിചയപ്പെടാനും ഒക്കെ പിന്നെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഒരു എതിർപ്പൊന്നും ഞാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടായിരുന്നു? തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാലും ഇത്തരം പരിപാടികൾ തുടർന്നും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യു ടേൺ ഇന്ത്യ.